ഓക്കെ, എല്ലാവരും ഓണത്തിന്റെ ആഘോഷത്തിലൊക്കെ ആയിരിക്കും എന്നറിയാം. എന്നാലും നമ്മൾ വരാനിരിക്കുന്ന CGL-ന് വേണ്ടിയിട്ട് കുറച്ച് ദിവസമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പുതിയ കുറച്ച് ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓൾറെഡി സ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലെ തന്നെ കോർഡിനേറ്റ് ജോമെട്രി പോലുള്ള ടോപ്പിക്കുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസ് എടുത്ത് കാണണം, കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇനി ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, കുറച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ പെർമ്യൂട്ടേഷൻ അതുപോലെ തന്നെ പ്രോബിലിറ്റി അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞ കോർഡിനേറ്റ് ജോമെട്രി ഒക്കെ കാര്യമായി ഇരുന്ന് പഠിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മളെ ഫണ്ടമെന്റൽ ഐഡിയ എന്ന് പറയുന്നത് അരിത്തമെറ്റിക്കും അഡ്വാൻസ് മാത്സും വൃത്തിയായി പഠിക്കുക എന്നുള്ളതാണ്. ഇത് എക്സ്ട്രാ ആയിട്ട് വന്ന ടോപ്പിക്കുകളാണ്. ഈ ടോപ്പിക്കുകളിൽ പലതും എക്സാമിന് ചോദിക്കുമോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ലാത്ത ടോപ്പിക്കുകളാണ്. അപ്പോൾ നിങ്ങളെ ടൈം നിങ്ങൾ വൃത്തിയായി ബേസ് ഫണ്ടമെന്റൽസ് പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഇവിടെ സ്പെൻഡ് ചെയ്യുക. ഓൾറെഡി നന്നായി പഠിച്ച് അത്യാവശ്യം മോക്കിൽ സ്കോറൊക്കെ ഉള്ള ഫണ്ടമെന്റൽ ഐഡിയ ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ കണ്ടു പഠിച്ചിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ബേസ് കൃത്യമായി പഠിച്ച് അരിത്തമെറ്റിക്കിലുള്ള ഏതെങ്കിലും ടോപ്പിക്കൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. ആദ്യം അത് പഠിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. കാരണം നിങ്ങൾക്കറിയാം, ഒരുപാട് ടോപ്പിക്കുകൾ പുതിയതുണ്ടെന്ന് പറയുന്നുണ്ട്, ഒരുപാട് ക്രിയേറ്റേഴ്സ് പുതിയ ടോപ്പിക്കുകൾ ഒരുപാടെണ്ണം കാണിക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം ചോദ്യം ചോദിക്കുന്നു നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ അത്തരത്തിലൊരു ടോപ്പിക് തന്നെയാണ് ഇന്നും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു രസമുള്ള ടോപ്പിക്കാണ്, എന്നാൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നതിൻ്റെ കൂടെ പ്രോബിലിറ്റി പഠിക്കുന്നതിൻ്റെ കൂടെ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ച് രസമുള്ള കണ്ടന്റുകളാണ് ഇതിലുള്ളത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ നമുക്ക് ലോജിക്കലി സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിലുള്ളത്. അപ്പോൾ ഇതിവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാൽക്കുലേറ്റീവ് ഒന്നുമല്ല. നമുക്ക് ആ ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും, ടൈം എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനും കാണുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും കൂടുതൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലൊക്കെ കമന്റിൽ പറയാൻ മറക്കാണ്ടിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഓണമാണ് വരുന്നത്. ഓണമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും പറ്റുന്ന അവസരമാണത്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ സെപ്റ്റംബർ 10-ാം തീയതി ദിശ അക്കാദമിന്റെ എല്ലാ ഓഫ്ലൈൻ ബ്രാഞ്ചസിലും പുതിയ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓഫ്ലൈനായി ജോയിൻ ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ കോൾ ചെയ്താൽ മാത്രം മതി. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിയും. ഓക്കെ, നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് പോവാം. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അറേഞ്ച്മെന്റ് ആണ് കേട്ടോ. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ആണ്. എന്താ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ആണ്. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയി പറയാം. അതിനു മുമ്പ് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒന്നാമത്തതാണ് പ്രിൻസിപ്പിൾ ഓഫ് അഡീഷൻ. നിങ്ങൾ പേര് കണ്ട് പേടിക്കുകയും ചെയ്യരുത് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലാവും, ശ്രദ്ധിച്ചോ. അതായത് ഒരു ബോക്സിൽ 3 ആപ്പിൾസ് ഉണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ 4 ബ്ലൂബെറിയും ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ടാസ്ക് എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് തരുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിലേക്ക് നിങ്ങൾ ഒരു ഫ്രൂട്ട് എടുത്ത് വെക്കണം. യു ഹാവ് ടു സെലക്ട് എ ഫ്രൂട്ട് ഫ്രം ഈ ബോക്സ്. ഈ ബോക്സിൽ നിന്ന് ഒരു ഫ്രൂട്ട് എടുത്തിട്ട് ഇതിൽ വെക്കണം. ഇതാണ് നിങ്ങളുടെ ടാസ്ക്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചേ, എത്ര വഴികളിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ ഇവിടുന്ന് ഒന്നാമത്തെ എടുത്തു വെക്കുക, രണ്ടാമത്തെ എടുത്തു വെക്കുക, മൂന്നാമത്തെ എടുത്തു വെക്കുക. ഓക്കെ, അല്ലെങ്കിലോ ഇവിടുന്ന് ഒന്നാമത്തെ എടുത്തു വെക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് രണ്ടാമത്തത്, അല്ലെങ്കിൽ ഇവിടുന്ന് മൂന്നാമത്തെ, അല്ലെങ്കിൽ ഇവിടുന്ന് നാലാമത്തത്. ഇതിൽ ഏതൊരു വർക്ക്, ഏതെങ്കിലും ഒരു ടാസ്ക് നിങ്ങൾ ചെയ്താൽ നിങ്ങളെ ഇന്നത്തെ ജോലി കഴിഞ്ഞു. അതായത് നമ്മുടെ ജോബ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ജോബ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫ്രൂട്ട് വെക്കുക എന്നുള്ളതാ, അല്ലേ? അപ്പൊ അതില് ഇവിടെ ഒരു ഇവന്റ് ഉണ്ട്. എന്താ ഇവന്റ്? കെ എന്ന് പറയുന്ന ഒരു ഇവന്റ്. കെ എന്ന് പറയുന്ന ഇവന്റ് എന്താ? നിങ്ങൾക്ക് ആപ്പിൾ എടുത്തു വെക്കാം ഒന്നെങ്കിൽ. അടുത്ത വഴി എന്താ, അല്ലെങ്കിൽ അടുത്ത ഇവന്റ് എന്താ? ജെ എന്ന് പറയുന്ന ഒരു ഇവന്റ് ഉണ്ട്. ആ ഇവന്റ് എന്താ പറയുന്നത്? നിങ്ങൾക്ക് ബ്ലൂബെറി എടുത്തു വെക്കാം, ഏതെങ്കിലും ഒരെണ്ണം മതി. അപ്പൊ എയ്തർ കെ ഓർ ജെ. ഞാനിപ്പോ ആപ്പിൾ നിന്നും ബ്ലൂബെറി എന്നുള്ളത് മാറ്റിയിട്ട് ഒന്നെങ്കിൽ കെ എന്ന് പറയുന്ന ഇവന്റ് നടക്കണം, അല്ലെങ്കിൽ ജെ എന്ന് പറയുന്ന ഇവന്റ് നടക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് നടന്നാൽ നിങ്ങളെ ജോബ് കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ അത് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ? എയ്തർ കെ ഓർ ജെ. എയ്തർ ഇവന്റ് കെ ഓർ ഇവന്റ് ജെ. ഏതെങ്കിലും ഒന്ന് നടന്നു കഴിഞ്ഞാൽ നമ്മളെ ജോബ് കംപ്ലീറ്റ് ആവുമെങ്കിൽ അവിടെ എത്ര വഴികൾ ഉണ്ട് എന്നാണ് ചോദ്യം. എത്ര വഴികൾ ഉണ്ടാ? ഇവിടുന്ന് 3 എണ്ണവും വെക്കാം. 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് വെച്ചാൽ മതി. അപ്പൊ 3 വഴികളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എത്ര വഴികളുണ്ട്? 4 വഴികൾ. ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് വെച്ചാൽ മതി. അപ്പൊ ടോട്ടൽ എത്ര വഴികളുണ്ട്? 7, അല്ലെ? നിങ്ങൾ ഓരോ ഫ്രൂട്ടിന് പേരിട്ട് നോക്കിയേ. 1, 2, 3, 4, 5, 6, 7. 7 ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് വെച്ചാൽ പോരെ? അപ്പൊ 7 വഴികളില്ലേ? ഒന്നാമത്തെ വെക്കാം, രണ്ടാമത്തെ വെക്കാം, മൂന്നാമത്തെ വെക്കാം, നാലാമത്തെ വെക്കാം. അപ്പൊ നമുക്ക് എന്ത് പറയാം? 7 വേസിൽ നമുക്ക് ഈ ഒരു അറേഞ്ച്മെന്റ് പോസിബിൾ ആണ്. 7 വഴികളുണ്ട് നിങ്ങളുടെ മുന്നിലായിട്ട്. അപ്പോ അത് തന്നെയാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് അഡീഷൻ എന്ന് പറയുന്നത്.
കെ എന്ന് പറയുന്ന ഇവന്റ് നടക്കാൻ എം വെയ്സ് ഉണ്ട്, ജെ എന്ന് പറയുന്ന ഇവന്റ് നടക്കാൻ എൻ വെയ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജോബ് കംപ്ലീറ്റ് ആവാൻ എം പ്ലസ് എൻ വെയ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എയ്തർ ഓർ കണ്ടു കഴിഞ്ഞാൽ, ഓർ എന്ന് പറയുന്ന ഒരു ഐഡിയ കണ്ടു കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഏതെങ്കിലും ഒന്ന് നടന്നാൽ മതി, അപ്പോഴേക്കും നമ്മളെ പണി തീർന്നു. അപ്പോൾ അവിടെ എത്ര സാധ്യതകളുണ്ട്? എം പ്ലസ് എൻ വെയ്സ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിലെ ക്വസ്റ്റ്യൻ ഒക്കെ വളരെ സിമ്പിൾ ആണ്. ഇതൊന്നും എക്സാമിന് ചോദിക്കില്ല, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഓക്കെ, എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് ചോദിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ചോദിക്കില്ല, കാരണം അത്ര എളുപ്പമല്ലേ. ഓക്കെ, 20 ഓറഞ്ചും ഉണ്ട്, 16 ആപ്പിളും ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ഒരു ഫ്രൂട്ട് എടുക്കണം. ഓക്കെ, അപ്പൊ ഏത് ഫ്രൂട്ട് എടുക്കുന്ന ചോദ്യം. ഇവിടെ നിങ്ങൾ ചൂസ് എന്ന് കാണും, അത് നിങ്ങൾ സെലക്ഷൻ ആണെന്ന് വിചാരിക്കരുത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടേബിളിൽ എടുത്ത് വെക്കണം. 20 ഓറഞ്ചോ അല്ലെങ്കിൽ 16 ആപ്പിളോ. 20 oranges and 16 apples in a box. In how many ways can you select a fruit? അല്ലെങ്കിൽ arrange a fruit. ഒരു ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എയ്തർ എന്താവാം, ആപ്പിൾ ആവാം അല്ലെങ്കിൽ ഓറഞ്ച് ആവാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ 20 ആപ്പിൾ എടുക്കാം, 20 ആപ്പിൾ ഒരെണ്ണം എടുക്കാം. 20 വഴികളുണ്ട്. അല്ലെങ്കിൽ 16 ഓറഞ്ചിൽ തിരിച്ച് 16 ആപ്പിൾ ഒരെണ്ണം എടുക്കാം. 16 വഴികളുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടി എത്ര വഴികളുണ്ട്? 36 ways ഉണ്ട്. ഇപ്പൊ 36 വഴികളിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ഒരു അറേഞ്ച്മെന്റ് നടത്താൻ വേണ്ടി കഴിയും. വളരെ സിമ്പിൾ ആണ്. ഏതെങ്കിലും ഒന്ന് നടന്നാൽ മതി രണ്ടെണ്ണത്തിൽ എന്ന് പറയുമ്പോൾ അത് രണ്ടും ആഡ് ചെയ്യാണ് വേണ്ടത്. ശരി, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഞാൻ ഒന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളാം. കെ എന്ന് പറയുന്നൊരു ഇവന്റ് ഉണ്ട്, അത് എം വെയ്സിലാണ് നടക്കുക. അതുപോലെ തന്നെ ജെ എന്ന് പറയുന്ന ഒരു ഇവന്റ് ഉണ്ട്, അത് എൻ വെയ്സിലാണ് നടക്കുക. നിങ്ങൾ ഈ ഇങ്ങനെ പ്രൊഫഷണൽ ആയിട്ടൊന്നും പഠിക്കണമെന്ന് വേണ്ട കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഇനി നിങ്ങളോട് പറയാണ്, നിങ്ങളെ ജോബ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ആദ്യം കെ നടക്കണം, അതിനുശേഷം ജെ നടക്കണം. അല്ലെങ്കിൽ തിരിച്ച്, ആദ്യം ജെ നടക്കണം, അതിനുശേഷം കെ നടക്കണം. എങ്ങനെയാണോ അങ്ങനെ. പക്ഷെ ഒരു കണ്ടീഷനേ ഉള്ളൂ, കെയും ജെയും നടന്നിരിക്കണം. കെ ആൻഡ് ജെ. ഫസ്റ്റ് ഇവന്റും നടക്കണം, സെക്കൻഡ് ഇവന്റും നടക്കണം. നിങ്ങളൊരു ആപ്പിൾ മാത്രം വെച്ചാൽ പോരാ, ഒരു ഓറഞ്ചും കൂടെ അവിടെ വെക്കണം. അപ്പം 2 ബോക്സിൽ നിന്നും നമ്മൾ ഓരോന്ന് വീതം എടുത്തേ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ വരികയാണ്, രണ്ടും ചെയ്തേ മതിയാവുള്ളൂ എന്ന് വരുന്ന സമയത്ത് അവിടെ നമ്പർ ഓഫ് വേസ്, അവിടെ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് എം ഇൻറ്റു എൻ ആയിരിക്കും. എം ഇൻറ്റു എൻ. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, കുറച്ച് വലുതാണ്, നമുക്ക് കുറച്ച് ചെറുതാക്കി പറഞ്ഞുതരാം, അതാകുമ്പോൾ എനിക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റും. എടാ, 3 ആൺകുട്ടികളുണ്ട് ഒരു ക്ലാസ്സിൽ. ആ ആൺകുട്ടികളാണ് എ ബി സി. ഇനി 4 പെൺകുട്ടികളുണ്ട് ഒരു ക്ലാസ്സിൽ, അതാണ് W X Y ആൻഡ് Z. ഇങ്ങനെ ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള ഒരു ക്ലാസ്സാണ്. ഞാൻ ആ ക്ലാസ്സിന്റെ ക്ലാസ് ടീച്ചർ. അപ്പൊ ഞാൻ തീരുമാനിക്കുകയാണ്, എനിക്ക് ഒരു ലീഡർ വേണം ആൺകുട്ടികളിൽ നിന്നും, അതുപോലെ തന്നെ പെൺകുട്ടികളിൽ നിന്നും ഒരു ലീഡർ വേണം. അപ്പൊ എനിക്ക് എത്ര ലീഡേഴ്സ് വേണം? 2 ലീഡേഴ്സ് വേണം. ഓക്കെ, എനിക്ക് വേണ്ടത് 2 ലീഡേഴ്സ് ആണ്. ബോയ്സിൽ നിന്നൊരു ലീഡർ വേണം, അതുപോലെ തന്നെ ഗേൾസിൽ നിന്നൊരു ലീഡർ വേണം. ഇവിടേക്ക് ഒരാൾ വേണം, ഇവിടേക്ക് ഒരാൾ വേണം. 2 പോസ്റ്റ് ആണുള്ളത്. ശരി, അവിടെ ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ അറേഞ്ച് ചെയ്യാൻ പോവാം, വൈകുന്നേരം വീട്ടിൽ പോയി അറേഞ്ച് ചെയ്യാൻ പോവാണ്. എനിക്ക് വേണമെങ്കിൽ എനെ ലീഡർ ആക്കാം, അതുപോലെ തന്നെ ഡബ്ല്യുവിനെ എന്റെ പേരാക്കാം. ഇനി എനെ ലീഡർ ആക്കിയിട്ട് എക്സിനെ ലീഡർ ആക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതായത് എ എന്ന് പറയുന്ന ഒരാൾക്ക് തന്നെ 4 പേരാക്കാൻ പറ്റും അല്ലെ. എനെ തന്നെ 4 പേരിൽ നമുക്ക് ഇടാൻ പറ്റും. ബീനെ നമുക്ക് അതുപോലെ തന്നെ 4 പേരിൽ ഇട്ടൂടെ. ബീനെ ലീഡർ ആക്കിയിട്ട് ഡബ്ല്യുവിനെ ലീഡർ ആക്കി കൂടെ? പറ്റും. അപ്പൊ അവിടെ 4 പേഴ്സ് പോസിബിൾ ആണ്. ഇനി സിക്കും എത്ര പേഴ്സ് പോസിബിളാ? ഇതേപോലെ തന്നെ 4 പേഴ്സ് പോസിബിളാ. ഇനി ഇവിടെ എന്തെങ്കിലും അറേഞ്ച്മെന്റ് ബാക്കിയുണ്ടോ? ഒരു അറേഞ്ച്മെന്റ് പോലും ബാക്കിയില്ല, എല്ലാ അറേഞ്ച്മെന്റും നമ്മൾ നടത്തി. ഓക്കെ, അവിടെ എന്താ സംഭവിച്ചത്? എക്ക് 4 അറേഞ്ച്മെന്റ്സ് പോസിബിൾ ആണ്. എ ഉള്ള 4 അറേഞ്ച്മെന്റ്, ബി ഉള്ള 4 അറേഞ്ച്മെന്റ്, സി ഉള്ള 4 അറേഞ്ച്മെന്റ്, ടോട്ടൽ 12 അറേഞ്ച്മെന്റ്സ് ഉണ്ടാവും. ഓക്കെ, ചെറുതായതുകൊണ്ട് ഇത് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. പക്ഷേ അങ്ങനെയല്ല നമ്മളത് പഠിക്കേണ്ടത്. ഇവിടെ 3 ആളുകളുണ്ട്, ഇപ്പുറത്തോ 4 ആളുകളുണ്ട്. 3-ൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്യണം, 4-ൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്യണം. അപ്പോ 3 ഇവിടെ എനെ സെലക്ട് ചെയ്യാം, ബിനെ സെലക്ട് ചെയ്യാം, സിനെ സെലക്ട് ചെയ്യാം. ബോയ്സിനെ സെലക്ട് ചെയ്യുന്നതിൽ 3 വഴികളുണ്ട്, ഗേൾസിനെ സെലക്ട് ചെയ്യുന്നതിൽ 4 വഴികളുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് നടക്കണം എന്ന് പറഞ്ഞാൽ അവിടെ മൾട്ടിപ്ലിക്കേഷനാണ് നടക്കേണ്ടത്. 12 വേസ് ഉണ്ട് എന്ന് അർത്ഥം. അതായത് സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ 3 പോസിബിലിറ്റിയാണ്, അല്ലെ 3 വേസിലാണ് ബോയ്സിനെ ഫില്ല് ചെയ്യുന്നത്, 4 വേസിലാണ് ഗേൾസിനെ ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറഞ്ഞാൽ 3 into 4 ആയിരിക്കും, അതാ 12 ആയിരിക്കും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനോ, there are 24 boys and 26 girls in a class. They need 1 leader each from both girls and boys. Find the number of possible ways. Okay,
24 ബോയ്സ് ഉണ്ട്, അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കണം. എത്ര വഴിയുണ്ട്? 24 വഴികളുണ്ട്. 26 ഗേൾസ് ഉണ്ട്, അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കണം. എത്ര വഴികളുണ്ട്? 26 വഴികളുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് നടക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ആണ്. അപ്പൊ എത്ര കിട്ടും? 624. എങ്ങനെയാടാ പെട്ടെന്ന് 624 കിട്ടിയത്? ഇതിന്റെ നടുക്കുള്ളത് 25 ആണ് അല്ലെ. അപ്പോൾ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നടുക്ക് 25 ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 25 സ്ക്വയർ മൈനസ് ഇവർ തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. 1 സ്ക്വയർ എടുക്കുക. 25 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ 625 1 പേര് 624 ആയിരിക്കും. നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് വിളിക്കുന്നത്? ഇതിനെയാണ് നമ്മൾ അറേഞ്ച്മെന്റ് എന്ന് വിളിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ ബോയ്സിനെ അറേഞ്ച് ചെയ്യണം, ഗേൾസിനെ അറേഞ്ച് ചെയ്യണം. അപ്പൊ ഈ അറേഞ്ച്മെന്റിനെ പറ്റിയാണ് നമ്മൾ പഠിക്കേണ്ടത്. അറേഞ്ച്മെന്റ് രണ്ട് വിധത്തിലുണ്ട്, രണ്ട് വിധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശ്രദ്ധിച്ചോളൂ. അതിൽ ഒന്നാമത്തതാണ് നോ റിപ്പീറ്റേഷൻ. റിപ്പീറ്റേഷൻ ഇല്ലാത്ത അറേഞ്ച്മെന്റ്സ്. നോക്കിയോ, എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞുതരാം? ഈ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചോളാം. n ഐറ്റംസ് ആർ അറ്റ് എ ടൈം. ഓക്കെ, നിങ്ങൾക്ക് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ഞാൻ ആ തിയറി പാർട്ട് ഒന്ന് പറഞ്ഞുതരാം. നോക്കണേ, നിങ്ങൾക്ക് n ഐറ്റംസ് തന്നു, n സാധനങ്ങൾ തന്നു. എന്നിട്ട് 6 ഐറ്റംസ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് 3 ബോയ്സിനെ തന്നു, അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യണം. അപ്പൊ അവിടുത്തെ n എത്രയാ? 3 ബോയ്സ്. 3 എത്രയാളെ ഒരു സമയത്ത് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ? ഒരാളെ സെലക്ട് ചെയ്യാം, അല്ലെ ഒരാളെ അറേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ 6 എന്ന് പറഞ്ഞാൽ 1 ആണ്. അവിടെ റിപ്പീറ്റേഷൻ അലൗഡ് അല്ലെങ്കിൽ എത്ര വേസ് ഉണ്ട്? നമ്പർ ഓഫ് വേസ് അല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻ. നമ്പർ ഓഫ് വേസ് ഈക്വൽ ടു NPR എന്നാണ് പറയാം. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, വെയിറ്റ് ചെയ്തോ. നിങ്ങളിത് കാണുമ്പോൾ ടെൻഷൻ ആവരുത്, വളരെ സിമ്പിളാണ്. രണ്ടാമത്തത് റിപ്പീറ്റേഷൻ അലൗഡ് ആയിട്ടുള്ള കേസസ്. റിപ്പീറ്റേഷൻ അലൗഡ്. റിപ്പീറ്റേഷൻ അലൗഡ് ആയിട്ടുള്ള കേസിൽ n ഐറ്റംസ്, ഇത് തന്നെ സാധനം, n ഐറ്റംസ് ആർ അറ്റ് എ ടൈം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് വേസും കൂടെ പഠിച്ചിരിക്കണം. അവിടുത്തെ നമ്പർ ഓഫ് വേസ് ഈക്വൽ ടു n⁻r ആയിരിക്കും. എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് റിപ്പീറ്റേഷൻ ഇല്ലെങ്കിൽ NPR, റിപ്പീറ്റേഷൻ ഇല്ലെങ്കിൽ NPR, റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ ആരാ? n⁻r. ഇതിനൊക്കെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. ഇക്വേഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം. അതിനു മുന്നേ നമ്മൾ അത് എന്താ സാധനം എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, ശ്രദ്ധിച്ചു. ഞാൻ നിങ്ങൾക്ക് കുറച്ച് കളേഴ്സ് തരാണ്. റെഡ്, ബ്ലൂ, അതുപോലെ ഗ്രീൻ. നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത് പൂക്കളം ഇടുക എന്നുള്ളതാണ്. പൂക്കളത്തിൽ പുറത്തൊരു കളറ്, അകത്ത് വേറൊരു കളറ്, ഇങ്ങനെ വേണം നിങ്ങൾ പൂക്കളം ഇടാൻ. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഈ പൂക്കളം അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. എത്ര സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? അവിടെ എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് അകത്ത് റെഡ് ഇടാം, പുറത്തൊന്നിടാം ബ്ലൂ ഇടാം. ഓക്കെ, രണ്ടാമത്തെ വഴി എന്താ? അകത്ത് റെഡ് ഇട്ടിട്ട് പുറത്ത് ഗ്രീൻ ഇടാം. അത് വേറെ പൂക്കളമാണല്ലോ. അതെ. ഇനി എനിക്ക് പുറത്ത് ബ്ലൂ ഇട്ടിട്ട് അകത്ത് ഗ്രീൻ ഇടാം. ഓക്കെ, ഇല്ലെങ്കിൽ പുറത്ത് ബ്ലൂ ഇട്ടിട്ട് അകത്ത് റെഡ് ഇടാം. ഓക്കെ, അവസാനത്തെ വഴി എന്താ? അകത്ത് ഗ്രീൻ ഇടാം, പുറത്ത് റെഡ് ഇടാം. അകത്ത് ഗ്രീൻ ഇടാം, പുറത്ത് ബ്ലൂ ഇടാം. ഇതെല്ലാം വേറെ വേറെ അല്ലേ? നിങ്ങൾ നോക്കിയേ, റെഡും ബ്ലൂ ഉണ്ട്, ബ്ലൂവും റെഡും ഉണ്ട്. അത് രണ്ടും വേറെ അല്ലേ? കാരണം എന്താ? റെഡ് അകത്ത് വന്നു, ബ്ലൂ പുറത്ത് വന്നു. അത് വേറെ പൂക്കളോ? ഇനി പകരം ബ്ലൂ അകത്ത് വന്ന് റെഡ് പുറത്ത് വന്നു, അത് വേറെ തന്നെ പൂക്കളാണ്. പൂക്കളത്തിൽ ഡിഫറൻസ് ഉണ്ട്, അറേഞ്ച്മെന്റിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ എത്ര വഴിയുണ്ട്? 1 2 3 4 5 6 6 വഴികളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറേഞ്ച് ചെയ്യാൻ കഴിയും. എത്ര കളേഴ്സ്? 3 കളേഴ്സ്. അറ്റ് എ ടൈം എത്ര കളറേ എടുക്കാൻ പാടുള്ളൂ? 2 കളറേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് n എന്ന് പറഞ്ഞ ആരാണ്? n എന്ന് പറഞ്ഞ ആരാ? നമ്പർ ഓഫ് ഐറ്റംസ്. എത്ര ഐറ്റംസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്? 3 ഐറ്റംസ് തന്നിട്ടുണ്ട്. പക്ഷെ അതിൽ എത്ര എണ്ണം അറ്റ് എ ടൈം അറേഞ്ച് ചെയ്താൽ മതി? 2 എണ്ണം അറ്റ് എ ടൈം അറേഞ്ച് ചെയ്താൽ മതി. ഇവിടെ റിപ്പീറ്റേഷൻ പറ്റുമോ? പറ്റൂല. കാരണം രണ്ടിടത്തും ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കണം, സെയിം കളേഴ്സ് ആവാൻ വേണ്ടി പാടില്ല. ഓക്കെ,
അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു അത് കണ്ടുപിടിക്കാനുള്ള വഴിയാണ് NPR എന്ന് പറയുന്നത്. നോക്കിയേ, ഇങ്ങനെ എഴുതി കണ്ടുപിടിക്കൽ ചെറിയതിന് പോസിബിൾ ആയിരിക്കും, പക്ഷെ വലിയ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പോസിബിൾ അല്ല. അതുകൊണ്ട് അവിടെ NPR എന്താന്ന് പഠിക്കണം. അവിടെ NPR എന്ന് പറഞ്ഞാൽ ഇവിടെ N ആരാ 3, P ആരാ P അല്ല, R എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇപ്പൊ 3P2 അതാണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താ, NPR എന്ന് പറയുന്ന സാധനത്തിന്റെ ഇക്വേഷൻ ആണ്. ഇക്വേഷൻ ഒന്നും പഠിക്കണ്ട കേട്ടോ, എന്നാലും നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. NPR എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ. എന്താ ഇപ്പൊ ഇതെന്താ സാധനം? ഓക്കെ, അവിടെ ഇനിയും പഠിക്കണം. ഫാക്ടോറിയൽ എന്താന്ന് പഠിക്കണം. ഫാക്ടോറിയൽ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അവിടെ നിങ്ങൾ 0 ഫാക്ടോറിയൽ ഈക്വൽ ടു 1 ആണെന്ന് മനസ്സിലാക്കണം. 1 ഫാക്ടോറിയൽ ഈക്വൽ ടു 1 ആണെന്ന് മനസ്സിലാക്കണം. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ആണ്. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ആണ്. ഓക്കെ, 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ആണ്. അപ്പോൾ 5 ഫാക്ടോറിയൽ ആരായിരിക്കും? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5. ഓക്കെ, അപ്പൊ 100 ഫാക്ടോറിയൽ ആരായിരിക്കും? 100 ഫാക്ടോറിയൽ ഈക്വൽ ടു 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 99 ഇൻറ്റു 100. ഇതാണ് 100 ഫാക്ടോറിയൽ വരിക. അപ്പൊ ഫാക്ടോറിയൽ എന്താണെന്നുള്ളതിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ശരി, എന്ന് വെച്ചാൽ എന്താ, എത്രയാണോ അവിടുത്തെ നമ്പർ തന്നിട്ടുള്ളത് ആ നമ്പർ വരെ നമ്മൾ അങ്ങനെ ഗുണിച്ചുകൊണ്ടിരിക്കണം. അതാണ് ഫാക്ടോറിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 മുതൽ 10 വരെ ഗുണിക്കണം എന്നുള്ളതാണ് കേട്ടോ. ശരി, അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള n എത്രയായിരുന്നു? 3 അല്ലേ. R എത്രയായിരുന്നു? 2 അല്ലേ. 3 കളേഴ്സ് 2 അറ്റ് എ ടൈം എന്നാ പറയുന്നത്. ഈക്വൽ ടു 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 മൈനസ് 2 ഫാക്ടോറിയൽ അല്ലെ. n മൈനസ് r ഫാക്ടോറിയൽ 3 മൈനസ് 2 ഫാക്ടോറിയൽ ഈക്വൽ ടു 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഈക്വൽ ടു 6. കണ്ടോ, 6 വേസ്ന്നാ കിട്ടിയത്. ഇവിടെ നമുക്ക് അല്ലാതെ എന്തെന്നെ കിട്ടി? 6 വേസ്ന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതും നമുക്ക് ഓക്കെ അല്ലടാ, ഇതും നമുക്ക് ഓക്കെ അല്ല. ഇങ്ങനെയും കണ്ടുപിടിക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു വഴി നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അവിടെയാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. എടാ, ഇൻസൈഡ് നമുക്ക് പൂക്കളം ഇടണം, അതുപോലെ തന്നെ ഔട്ട് സൈഡും ഇടണം അല്ലെ. 2 കോളമുള്ളത്, 2 സെക്ഷനുള്ളത്. അകത്തും പൂക്കളം ഇടണം, പുറത്തും പൂക്കളം ഇടണം. എടാ, അകത്ത് പൂക്കളം ഇടാൻ നിങ്ങൾക്ക് എത്ര വഴികളുണ്ട്? അകത്തിടാൻ എത്ര വഴി പറ്റും? അകത്തിടാൻ 3 വേസ് ഉണ്ട് അല്ലെ. ഒന്നെങ്കിൽ റെഡ്, അല്ലെങ്കിൽ ബ്ലൂ, അല്ലെങ്കിൽ ഗ്രീൻ. ഓക്കെ, അകത്തിട്ട പൂക്കളം തീർന്നോ? ഇല്ല, നമ്മൾ പുറത്ത് കൂടി ഇടണം. പക്ഷെ അകത്തിട്ടില്ലേ? ഒരെണ്ണം അകത്തിട്ടില്ലേ? 3-ൽ ഒരെണ്ണം അകത്തിട്ടില്ലേ? ഇനി നമ്മൾ അതിൽ 2 കളറിലേ ബാക്കിയുള്ളൂ. ആ 2 കളറിൽ ഏതെങ്കിലും ഒരെണ്ണമേ പുറത്തിടാൻ പറ്റുള്ളൂ. അപ്പൊ പുറത്ത് 2 വേസിലേ ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അകത്ത് മാത്രം ഇട്ടത് കൊണ്ട് കാര്യമില്ല, പുറത്തും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇട്ടിട്ടുണ്ടാവണം. അപ്പൊ അകത്ത് 2 വേസ്, 3 വേസ്, പുറത്ത് 2 വേസ്. ഇത് രണ്ടും ഒരുമിച്ച് നടക്കണ്ടേ, എന്നാലേ നമ്മളെ ജോബ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപ്പൊ ഇത് പ്രിൻസിപ്പിൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആണ്, അല്ലെങ്കിൽ 3 ഇൻറ്റു 2 ആണ്. 3 ഇൻറ്റു 2 എത്ര വരും? 6 വരും. അപ്പൊ 6 വേസിൽ നമുക്ക് എന്ത് ചെയ്യാം? പൂക്കൾ ഇടാൻ വേണ്ടി പറ്റും. പെർമ്യൂട്ടേഷൻ നമ്മൾ ഇങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്. നമുക്കിവിടെ ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻസ് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ കൂടുതൽ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വഴിയിലാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ശരി, ക്വസ്റ്റ്യൻ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ്? എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ കഴിയും? എന്താ പറഞ്ഞിരിക്കുന്നത്? വിത്ത് ബൈ യൂസിങ് ഡിജിറ്റ്സ് 1 to 9 വിത്തൗട്ട് റിപ്പീറ്റിംഗ് എനി ഡിജിറ്റ്സ്. ഒരു ഡിജിറ്റ് പോലും റിപ്പീറ്റ് ചെയ്യാതെ എങ്ങനെയാണ് 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുക? ഡിജിറ്റ്സ് എത്രയാണെന്നത് 1 to 9 ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഞാൻ അതിനൊരു ചെറിയ എക്സാമ്പിൾ ഒന്ന് പറഞ്ഞുതരാം. എടാ, നിങ്ങൾക്ക് 1, 2, 3, 4, 5, 6 അക്കങ്ങൾ തന്നു. ഓക്കെ, എന്ന് പറഞ്ഞാൽ എത്ര ഐറ്റംസാ? n ഐറ്റംസ് തന്നു, അല്ലെങ്കിൽ 6 ഐറ്റംസ് തന്നു. n ഈക്വൽ ടു 6. എന്നിട്ട് നിങ്ങളോട് പറയാണ്, മക്കളെ നിങ്ങളൊരു 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്ക്. 3 ഡിജിറ്റ് നമ്പർ. 3 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര കോളം? 3 സ്ഥലം നമ്മൾ ഫില്ല് ചെയ്യാനുണ്ട്, 3 ബോക്സ് ഫില്ല് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിയേ, 1, 2, 3, 4, 5, 6 സാധനങ്ങളുണ്ട്. അറ്റ് എ ടൈം എത്ര എണ്ണം എടുത്താൽ മതി? 3 എണ്ണം എടുത്താൽ മതി ആണല്ലോ. നിങ്ങൾ പറ, എനിക്ക് ഫസ്റ്റ് ബോക്സിൽ ആരെയൊക്കെ ഇടാൻ പറ്റും? 1-ന് ഇടാം, 2-ന് ഇടാം, 3-ന് ഇടാം, 4-ന് ഇടാം, 5-ന് ഇടാം, 6-ന് ഇടാം.
അപ്പൊ 6 വഴികളിൽ എനിക്ക് ഈ ഫസ്റ്റ് ബോക്സ് ഫില്ല് ചെയ്യാൻ പറ്റും. പക്ഷേ രണ്ടാമത്തെ ബോക്സ് ഫില്ല് ചെയ്യുമ്പോൾ പ്രശ്നം എന്താ? റിപ്പീറ്റേഷൻ പാടില്ലല്ലോ. അപ്പൊ ഇവിടെ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എത്ര എണ്ണം എടുക്കാൻ പറ്റുള്ളൂ? ബാക്കിയുള്ള 5 എണ്ണത്തിൽ ഒരെണ്ണമേ എടുക്കാൻ പറ്റുള്ളൂ. ഇനി അവസാനത്തേക്ക് പോകുമ്പോഴോ, ഇവിടെ ഒരെണ്ണം ഉപയോഗിച്ചു, ഇവിടെ ഒരെണ്ണം ഉപയോഗിച്ചു, ബാക്കി എത്ര നമ്പേഴ്സേ ഉള്ളൂ? 4 നമ്പേഴ്സേ ഉള്ളൂ. ആ 4-ൽ ഒരെണ്ണമേ അവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോ ആദ്യത്തെ സ്ഥലത്ത് 6 എണ്ണം പറ്റും. ഓക്കെ, ഫസ്റ്റ് ബോക്സിൽ 6 എണ്ണം പറ്റും. ഫസ്റ്റ് ബോക്സ് മാത്രം ഫില്ല് ചെയ്താൽ നമ്മളെ ജോബ് തീർന്നോ? ഇല്ല, നമ്മൾ 3 ഡിജിറ്റ് ഉണ്ടാക്കണം. സെക്കൻഡ് ബോക്സിൽ 5 എണ്ണം പറ്റും, തേർഡ് ബോക്സിൽ 4 എണ്ണം പറ്റും. 6 5 30, 30 × 4 120. അപ്പോൾ 120 നമ്പേഴ്സ് ആണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക വീട്ടിൽ ചെന്നിട്ട്. 1 മുതൽ 6 വരെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റൂലെങ്കിൽ അച്ഛനും അമ്മേനെയും അനിയത്തിനും ഒക്കെ അടുത്ത് വിളിച്ചിരുത്തുക. എന്നിട്ട് എഴുതി നോക്കി എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും? 120 നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള വഴിയാണിത്. ഇനി ഇത് NPR വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. NPR വെച്ച് എങ്ങനെ ചെയ്യാം? 6p3. 6p3 എന്ന് പറഞ്ഞാൽ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 - 3 ഫാക്ടോറിയൽ എന്നാണ് കേട്ടോ. ഓക്കെ, അതെങ്ങനെ ചെയ്യാം? 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ആരാ? 1 × 2 × 3 × 4 × 6. ഓക്കെ, അപ്പോ 1 × 2 × 3 × 4 × 5 × 6 ഡിവൈഡഡ് ബൈ 6 - 3 ആരാ? 3 അല്ലേ? 3 ഫാക്ടോറിയൽ 1 × 2 × 3. ഈ 1 × 2 × 3 1 × 2 × 3 ക്യാൻസൽ ആവും. അവിടെ എത്ര വരും? 4 × 5 × 6 വരും. അതന്നെയല്ലേ നമ്മൾ ഈ ചെയ്തിരിക്കുന്നത്. അപ്പോ ഇത്രയും വളഞ്ഞു ചുറ്റി പോകേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പൊ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ സിമ്പിൾ ആയിട്ട്. 4 ഡിജിറ്റ് നമ്പർ ആണ് ഉണ്ടാക്കേണ്ടത്. അതായത് 4 ഡിജിറ്റ് നമ്പർ ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. 1 2 3 1 2 3 4 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കണം. എത്ര ഡിജിറ്റ്സ് ഉണ്ട് നമ്മളെ കയ്യിൽ? 1 to 9. 1 മുതൽ 9 വരെയുള്ള എല്ലാ ഡിജിറ്റും നമ്മൾ കയ്യിലുണ്ട്. 1 മുതൽ 9 വരെ എത്ര ഡിജിറ്റ് ഉണ്ട്? 9 ഡിജിറ്റ്സ് ഉണ്ട്. ആ 9-ൽ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് ഫസ്റ്റ് ഇടാം, കുഴപ്പമില്ല. പക്ഷെ രണ്ടാമത്തേൽ ഇടുമ്പോൾ 8 എണ്ണമേ ഉണ്ടാവുള്ളൂ. മൂന്നാമത്തേൽ ഇടാൻ 7 എണ്ണേ ഉണ്ടാവുള്ളൂ. അടുത്തേൽ ഇടാൻ 6 എണ്ണ ഉണ്ടാവുള്ളൂ. 9 × 8 × 7 × 6 ഇതായിരിക്കും നിങ്ങളുടെ ആൻസർ വരിക. ഓപ്ഷനിൽ നിങ്ങൾക്ക് എന്ത് ചെക്ക് ചെയ്യാൻ പറ്റും? 9ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. 9ന്റെ ഡിവിസിബിലിറ്റി ഉള്ള ആരാ ഉള്ളത്? ഓക്കെ, 3 3 6 3 9 6 9 ഡിവിസിബിൾ അല്ല. 3 2 5 4 9 ഇത് 9 ഡിവിസിബിൾ ആണ്. 2 2 4 9 ഡിവിസിബിൾ അല്ല. 6 6 12 9 ഡിവിസിബിൾ അല്ല. ആൻസർ 3024 എന്ന് വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പെർമ്യൂട്ടേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. 9 ഡിജിറ്റിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഇവിടെ ഇടാം. 9 വഴിയുണ്ട്. ഇത് ഫില്ല് ചെയ്യാൻ 9 വഴികൾ, 9 ways. അതിൽ ഒരെണ്ണം ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എത്ര വേസേ ഉള്ളൂ? 8 വേസേ ഉള്ളൂ. കാരണം ഒരെണ്ണം ഇവിടെ ഓൾറെഡി ഇട്ടുപോയി. അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. നോ റിപ്പീറ്റേഷൻ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ 8 വേസേ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഒരെണ്ണം ഇട്ടു, ഇവിടെ ഒരെണ്ണം ഇട്ടു. ഇനി 7 നമ്പേഴ്സേ ബാക്കിയുള്ളൂ. അപ്പൊ ഇവിടെ 7 എണ്ണം ഇടാൻ പറ്റുള്ളൂ. 7 വേസേ ഉള്ളൂ. ഇവിടെയോ 6 വേസേ ഉള്ളൂ. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നടക്കണമെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കണം. എല്ലാം കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത്രയേ ഉള്ളൂ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഐഡിയ. ഇനി ഇതിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ വരുന്നതാണ് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ. നമുക്ക് ഓരോന്നായി മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊരു നേരത്തെ അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിത്ത് നോ ഡിജിറ്റ്സ് റിപ്പീറ്റഡ്? ഓക്കെ, പറഞ്ഞിരിക്കുന്നത് എത്ര 4 ഡിജിറ്റ് നമ്പർ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം എന്നാണ്. 1 2 3 1 2 3 4 എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കലാണ് നമ്മളെ പണി. എന്താ പറയുന്നത്? ഒരു ഡിജിറ്റ് പോലും എന്ത് ചെയ്യാൻ പാടില്ല? റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ എത്ര ഡിജിറ്റ്സ് ഉണ്ടാ നമ്മളെ കയ്യില് 1 മുതലല്ല 0 മുതൽ 9 വരെ നമുക്ക് ഡിജിറ്റ്സ് ഉണ്ട്. 0 മുതൽ 9 വരെ നമുക്ക് ഡിജിറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 10 ഡിജിറ്റ്സ് ഉണ്ട്. 10 ഡിജിറ്റ്സ്. ഓക്കെ, പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഏതെങ്കിലും ഒരു 4 അക്ക സംഖ്യ 0 1 9 2 ഇങ്ങനെ ഉണ്ടാവോ? ഇതൊരു 4 അക്ക സംഖ്യയാണോ 3 അക്ക സംഖ്യയാണോ? 3 അക്ക സംഖ്യയാണ്. എന്തുകൊണ്ടാ? ഇവിടെ 0 ഫസ്റ്റ് ഡിജിറ്റായി വരാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ 10 ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒന്നാമത്തെ കോളത്തിൽ ആ 10 എണ്ണം ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഈ 10 ഡിജിറ്റ്സിൽ 0 ഒന്നാമത്തെ കോളത്തിൽ ഉപയോഗിക്കാൻ പറ്റൂല. അപ്പൊ ഒന്നാമത്തെ കോളത്തിൽ 9 എണ്ണമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഒന്നാമത്തെ കോളത്തിൽ 9 എണ്ണം ഉപയോഗിച്ചു. ബാക്കി 8 എണ്ണവും ഉണ്ട്, പിന്നെ 0യും ഉണ്ട്. 0 ഇനി എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോ 8 1 9 എണ്ണം ഇവിടെ ഉപയോഗിക്കാം. നോക്കണേ, ഇവിടെ 0 ഉപയോഗിക്കാൻ പറ്റൂല, ബാക്കി 9 എണ്ണം പറ്റും. ടോട്ടൽ 10 എണ്ണം ഉണ്ട്. അപ്പൊ അതിൽ 0 കളഞ്ഞ് ബാക്കി 9 എണ്ണം ഇവിടെ ഉപയോഗിക്കാം. 9 എണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ 9 എണ്ണത്തിൽ ഒരെണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി 8 എണ്ണേ ഉള്ളൂ. ആ 8 എണ്ണമാണ് ഇവിടെ ശരിക്കും വരേണ്ടത്, പ്ലസ് നേരത്തെ നമ്മൾ മാറ്റി വെച്ച 0.
ആ സീറോയും കൂടെ ഉൾപ്പെട്ട ഇവിടെ 9 എണ്ണം പറ്റും, ഇവിടെയോ 8 എണ്ണം പറ്റും അല്ലെ. ഇവിടെ നിന്ന് പോയാൽ 8, ഇവിടെ നിന്ന് പോയാൽ 7. അപ്പോൾ ഇത്രയും പോസിബിലിറ്റിയാണ് ഓരോ കോളവും ഫില്ല് ചെയ്യാൻ നമുക്ക് വേണ്ടത്. അപ്പോൾ ടോട്ടൽ എത്ര ആയിരിക്കും? 9 × 9 × 8 × 7. ഇതാണ് അവിടെ ആൻസർ വരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ടത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, എത്ര 5 ഡിജിറ്റ് നമ്പേഴ്സ് 5 ഡിജിറ്റ് നമ്പേഴ്സ് നിങ്ങൾക്ക് എത്ര എണ്ണം ചെയ്യാൻ പറ്റും? സെയിം ഐഡിയ, നോ ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാം, ഒരു ഡിജിറ്റ് പോലും ചെയ്യാൻ പാടില്ല, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള എത്ര 5 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും? ഇൻക്ലൂഡിങ് സീറോ, സീറോയും വരണം കേട്ടോ. സീറോ ഉൾപ്പെടുന്ന എത്ര 5 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ചോദ്യം. അപ്പൊ അവിടെ ഓർക്കേണ്ട അത്രേ ഉള്ളൂ, 5 ഡിജിറ്റിലെ ഫസ്റ്റ് ഡിജിറ്റിൽ ആര് വരരുത്? സീറോ വരരുത്. അപ്പൊ ആ ക്വസ്റ്റിന്റെ ആൻസറും കൂടെ നിങ്ങൾ വീഡിയോന്റെ അടിയിൽ ഒന്ന് കമന്റ് ആയിട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ ഒരു വ്യത്യാസമുള്ള ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ശരി, യെസ്. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈപ്പ് ഒക്കെ ലീനിയർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് അല്ലെ, നമ്പറിനെ ഇങ്ങനെ ഒരു ലൈനിൽ അറേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതേ ക്വസ്റ്റ്യൻ അല്ലേ ഈ കാണുന്നത്, ഇൻ ഹൗ മെനി വേസ് ക്യാൻ ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ക്യാറ്റ് ബി അറേഞ്ച്ഡ്? എടാ, ക്യാറ്റ് എന്ന് പറയുന്ന ആ വേർഡ് എത്ര ലെറ്റർ ഉണ്ട്? 3 ലെറ്റർ ഉണ്ട്. അപ്പൊ നമ്മൾ n എത്രയാ? n 3 ആണ് അല്ലെ. നമ്പർ ഓഫ് ഐറ്റംസ് 3 ആണ്. അതിനെ അറേഞ്ച് ചെയ്യണം എന്നാ പറയുന്നത്. അതിൽ നിന്ന് 2 എണ്ണം അറേഞ്ച് ചെയ്യണം എന്നാണോ? അല്ല, ആ വേർഡിനെ അറേഞ്ച് ചെയ്യണം എന്നാ പറയുന്നത്. ആ വേർഡിൽ എത്ര സ്പേസ് ഉണ്ട്? 3 സ്പേസ് ഉണ്ട്. അല്ലെങ്കിൽ 6 എന്ന് പറയുന്നതും 3 ആണ്. എന്ന് പറഞ്ഞാൽ ക്യാറ്റ് എന്നുള്ള വാക്കിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്യണമെന്നേ പറയുന്നുള്ളൂ. ഇതിൽ നിന്ന് 2 എണ്ണം എടുത്ത് അറേഞ്ച് ചെയ്യാനല്ല പറയുന്നത്. അപ്പൊ ഇവിടുത്തെ n-ഉം 6-ഉം സെയിം ആണ്. അവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം NPN അല്ലെ, n-ഉം 3 ആണ്, 6-ഉം 3 ആണ്. NPN എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ആണ്. എന്താന്ന് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ വെയിറ്റ് ചെയ്തോ. ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. NPN എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ആണ്. അപ്പോ 3p3 എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം? 3p3 എന്ന് പറഞ്ഞാൽ 3 ഫാക്ടോറിയൽ ആയിരിക്കണം. നോക്കിയേ, 3 ആണ് ഇവിടെ നമ്പർ ഓഫ് ഐറ്റംസ് നമുക്ക് തന്നിട്ടുള്ളത്. അത് 3 അറ്റ് എ ടൈം നമ്മൾ അറേഞ്ച് ചെയ്യണം. 3 എണ്ണം നമ്മൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവണം. ഇപ്പൊ 3p3 3 ഫാക്ടോറിയൽ ആണ് വരിക. ഇനി എന്താണ് ഈ സാധനം എന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. നമുക്ക് 3 കോളംസ് ഉള്ളത് അല്ലെ, 1 2 3 കോളംസ് ഉണ്ട്. ഈ 3 കോളംസ് ഫില്ല് ചെയ്യാൻ ആദ്യത്തെ കോളം ഇതിലുള്ള ഏത് ലെറ്റർ വേണമെങ്കിൽ നമുക്ക് എഴുതിക്കൂടെ? ഇവിടെ C എഴുതാം, A എഴുതാം, T എഴുതാം. അപ്പൊ ഇവിടെ 3 എണ്ണത്തിൽ ഏതും വെക്കാൻ പറ്റും. ഇവിടെയോ ഒരെണ്ണം ഓൾറെഡി ഇവിടെ വെച്ചല്ലോ. ഇനി ഇപ്പൊ C ഇവിടെ വെച്ചു, ഇനി C വെക്കാൻ പറ്റുമോ? ഇനി C പറ്റൂല, ഇനി എയോ ടിയോ പറ്റുള്ളൂ. അപ്പൊ 2 വഴിയേ ഉള്ളൂ. ഓക്കെ, ഇനിയോ അവസാനത്തെ സ്ഥലത്തോ ഒരു വഴിയേ ഉള്ളൂ. അപ്പൊ ഇത് 3 ഒരുമിച്ച് നടക്കണമെങ്കിൽ 3 × 2 × 1. അവിടെ 1 × 2 × 3 ഇതാരാ? 3 ഫാക്ടോറിയൽ അല്ലേ? അപ്പോ നിങ്ങളോട് ക്യാറ്റ് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 2 3 3 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് വേണം പറഞ്ഞു കൊടുക്കാൻ. ഓക്കെ, അപ്പോ അതുപോലെ തന്നെയുള്ള ഒരു ഇതാണ് 4. യെസ്, ഓക്കെ. അവിടെ 4, ഈ 4 എന്ന് പറയുന്ന ആ ഒരു വേർഡ് നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും? എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന 1 2 3 4 ലെറ്റേഴ്സ് അല്ലേ ഉള്ളത്. ഇപ്പൊ 4 ഫാക്ടോറിയൽ വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാ? ഇവിടെ 4 എണ്ണത്തിൽ ഏതും പറ്റും, രണ്ടാമത്തെ അടുത്ത് 3 എണ്ണത്തിൽ ഏതും പറ്റും, അടുത്ത 2 എണ്ണത്തിൽ ഏതെങ്കിലും പറ്റും, അടുത്ത 1 ഏതെങ്കിലും പറ്റും. അപ്പൊ 4 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. 4 ഫാക്ടോറിയൽ വേസ് അല്ലെങ്കിൽ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ആരാ? 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, 1 × 2 24 24. അപ്പൊ 24 രീതിയിലാണ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഫാക്ടോറിയൽസ് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. 0 ഫാക്ടോറിയൽ 1 ആണ്, 1 ഫാക്ടോറിയൽ 1 ആണ്, 2 ഫാക്ടോറിയൽ 2 ആണ്, 3 ഫാക്ടോറിയൽ 6 ആണ്, 4 ഫാക്ടോറിയൽ 24 ആണ്, 5 ഫാക്ടോറിയൽ 120 ആണ്, 6 ഫാക്ടോറിയൽ 720 ആണ്. ഓക്കെ, ഫാക്ടോറിയൽസ് കുറച്ചുണ്ടെങ്കിലും പഠിച്ചു വെക്കുന്നത് ഈ ഒരു സാധനം പഠിക്കുന്ന സമയത്ത് നല്ലതാണെന്നുള്ളത് ഓർത്തോളാം. യെസ്. എന്തുകൊണ്ടാണ് ഞാനത് ലീനിയർ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, സർക്കുലർ അറേഞ്ച്മെന്റ് ചോദിക്കും. ഇപ്പൊ നമ്മളെ ഫാമിലി ഫുഡ് കഴിക്കാനിരിക്കുന്നത് നമ്മളൊരു ടേബിളിലല്ലേ ഇരിക്കുക, അവിടുത്തെ അറേഞ്ച്മെന്റ് ചോദിക്കും. അതും കൺഫ്യൂസിങ് ആണ് കേട്ടോ. ഇപ്പോ നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഒരു ഫാമിലി ഉണ്ട്. ആ ഫാമിലിയിൽ 3 ആളുകളാണുള്ളത്, A B C. ഇവർ 3 പേര് ഫുഡ് കഴിക്കാനിരുന്നു. അവർക്ക് നിരന്നും ഇരിക്കാം, ഇങ്ങനെ ഇരിക്കാം. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് അറിയാമോ?
ഞാൻ പറയാണ് ബി കഴിഞ്ഞ് സി, സി കഴിഞ്ഞ് എ, എ കഴിഞ്ഞ് ബി, ഈ രീതിയിലാണ് ഇവർ ഇരിക്കുന്നത്. അപ്പോൾ ഒരു അറേഞ്ച്മെന്റ് എങ്ങനെ വരിക? എ ബി സി അല്ലെ, എ ബി സി ഒരു അറേഞ്ച്മെന്റ് ആണെന്ന് പറയാം. അതേ അറേഞ്ച്മെന്റ് തന്നെ ആര്? സി എ ബി എന്ന് പറയുന്നത് അല്ലെ. സി എ ബി എന്ന് പറയുന്ന അറേഞ്ച്മെന്റ് സെയിം തന്നെയല്ലേ, വ്യത്യാസം ഉണ്ടോ? ഇല്ല. അതേ അറേഞ്ച്മെന്റ് തന്നെ ആര്? ബി സി എ എന്ന് പറയുന്നത്. കണ്ടോ? അപ്പൊ 3 ടൈപ്പ് നമ്മൾ നോർമലി നേരെ വരച്ചു കഴിഞ്ഞാൽ 3 എണ്ണം വരേണ്ട അറേഞ്ച്മെന്റ് സർക്കുലർ വന്നപ്പോ ഒറ്റൊന്നായിട്ട് ചുരുങ്ങി. യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളെ ഇവിടെ n ഫാക്ടോറിയൽ ആണ് അറേഞ്ച്മെന്റ്. ലീനിയർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് n ഫാക്ടോറിയൽ ആണെങ്കിൽ അല്ലെ, 4 ആണെങ്കിൽ ഇവിടെ 4 ഫാക്ടോറിയൽ ബേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നാ പറഞ്ഞത്. അത് ലീനിയർ ആയതുകൊണ്ടാണ്. സർക്കുലർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റ കാര്യം ഓർത്ത് വെച്ചാൽ മതി, ഈ n ഐറ്റംസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് n-1 ഫാക്ടോറിയൽ ആയിരിക്കും അവിടുത്തെ അറേഞ്ച്മെന്റ്സിന്റെ എണ്ണം. എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര എണ്ണം ഉണ്ടാവും? കൂടാ എ ബി സി 3 എണ്ണം അല്ലേ. ഇപ്പൊ 3-1 ഫാക്ടോറിയൽ അല്ലെങ്കിൽ 2 ഫാക്ടോറിയൽ അല്ലെങ്കിൽ 2. 2 വഴിയിൽ മാത്രമേ നിങ്ങൾക്ക് സർക്കുലർ ആയിട്ട് 3 ആൾക്കാരെ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ എങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും 2 രീതിയിലേക്കായിട്ട് അത് ചുരുങ്ങിപ്പോകും. ഓക്കെ, റിപ്പീറ്റേഷൻ വരും, പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ഏത് രീതിയിലാണ് ഇത് ഈ രീതിയിൽ നിങ്ങൾ സർക്കുലർ ആക്കിയാൽ ഇത് തന്നെ കിട്ടും, ഇങ്ങനെ സർക്കുലർ ആക്കി ഇത് തന്നെ കിട്ടും, ഇങ്ങനെ സർക്കുലർ ആക്കിയാൽ ഇത് തന്നെ കിട്ടും. അപ്പൊ ഇത് 3ഉം സർക്കുലറിൽ ഒരേ രീതിയിൽ ഉണ്ടാവുക, പക്ഷെ ലീനിയറിൽ എടുത്തു കഴിഞ്ഞാൽ അതേ രീതിയിലല്ല ഉണ്ടാവുക. ശരി, അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ എന്താ? ഇൻ ഹൗ മെനി വേസ് ക്യാൻ എ ഫാമിലി ഓഫ് 5 മെമ്പേഴ്സ് സിറ്റ് ഇൻ എ സർക്കിൾ? ഒരു ഫാമിലിയിൽ 5 മെമ്പേഴ്സ് ഉണ്ട്, അവരെങ്ങനെയാണ് ഒരു സർക്കിളിൽ ഇരിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ അവിടെ ചോദിക്കുന്ന സമയത്ത് നമുക്കറിയാം അവിടെ n ആരാ? n എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ അവിടെ സർക്കുലർ ആയതുകൊണ്ട് നിങ്ങൾ 5-1 ഫാക്ടോറിയൽ വേണം കണ്ടുപിടിക്കാൻ. 5-1 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ ആണ്, അത് എത്രയായിരിക്കും? 24. അപ്പൊ 24 വേസ് മാത്രമാണ് ഉണ്ടാവുക. അപ്പൊ ലീനിയർ എന്ന് പറഞ്ഞാൽ അവിടെ അറേഞ്ച്മെന്റ്സ് ലിമിറ്റഡ് ആണെന്നുള്ളത് മനസ്സിലാക്കണം. ലീനിയർ അല്ല, സർക്കുലർ എന്ന് പറഞ്ഞാൽ സർക്കുലറിൽ അറേഞ്ച്മെന്റ്സ് ലിമിറ്റഡ് ആണ്, ലീനിയറിൽ അറേഞ്ച്മെന്റ് കൂടുതലാണ്. കാരണം എ ബി സി എന്ന് പറഞ്ഞ അറേഞ്ച്മെന്റ് എങ്ങനെയാണ് വരിക? എ ബി സി, ഇതാ ലീനിയറിൽ എ ബി സി. ഓക്കെ, ഇനി ലീനിയറിലുള്ള സി എ ബി എങ്ങനെ വരിക? സി എ ബി. ഇത് രണ്ടും വേറെ വേറെ അല്ലേ? പക്ഷെ എ ബി സി ഞാൻ സർക്കുലർ വരച്ചു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും അതിൽ വരിക, സി എ ബിയും വരിക. അപ്പോ സർക്കുലർ വരുന്ന സമയത്ത് അറേഞ്ച്മെന്റ്സിന്റെ എണ്ണം കുറയും എന്നുള്ളത് പ്രോപ്പറായി മനസ്സിലാക്കണം. ശരി, ഒരു ചോദ്യം. ഒരു സർക്കിളില് ഓക്കെ, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നമ്മള് സെലക്ഷൻ വരുന്ന സമയത്ത് പറഞ്ഞുതരാം. സെലക്ഷനിലും സിമിലർ ക്വസ്റ്റ്യൻസ് ചോദിക്കും, പക്ഷേ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. അവിടെ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ തിരിച്ച് ലീനിയറിലേക്ക് വരികയാണ്. ലീനിയറിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് ടൈപ്പ് നമ്മൾ പഠിക്കണം, എന്നിട്ട് നമുക്ക് സെലക്ഷനിലേക്കും കൂടെ പോകാം. ഇൻ ഹൗ മെനി വേസ് ക്യാൻ ദ ലെറ്റേഴ്സ് എ ബി സി എക്സ് വൈ ബി അറേഞ്ച് സോ ദാറ്റ് എക്സ് ആൻഡ് വൈ ഈസ് ഓൾവേസ് ടുഗദർ? ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? യെസ്, എ ബി സി എക്സ് വൈ അറേഞ്ച് ചെയ്യണം എന്നാ പറയുന്നത്. ഈ വേർഡിനെ അറേഞ്ച് ചെയ്യണം. നമ്മൾ പറഞ്ഞെന്താ? വേർഡിനെ ലീനിയർലി അറേഞ്ച് ചെയ്യുമ്പോൾ എത്ര ലെറ്റേഴ്സ് ഉണ്ടോ അത്രയും ഫാക്ടോറിയൽ. n ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ n ഫാക്ടോറിയൽ ആണെന്നാ പറഞ്ഞിരുന്നത് അല്ലേ? പക്ഷെ ഇവിടെ പറയുന്ന ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. ആ കണ്ടീഷനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ദാറ്റ് എക്സ് ആൻഡ് വൈ ഈസ് ഓൾവേസ് ടുഗദർ. എക്സ് ആൻഡ് വൈ ആർ ഓൾവേസ് ടുഗദർ. ഈസ് അല്ല, ആർ ഓൾവേസ് ടുഗദർ. എക്സും വൈയും ഒരുമിച്ചാണ് എപ്പോഴും ഉണ്ടാവേണ്ടത് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? നമുക്ക് എത്രയുണ്ട്? 5 എണ്ണം ഉണ്ട് അല്ലേ? 1 2 3 4. 1 2 3 4 5. ഓക്കെ, ഈ 5 എണ്ണം അറേഞ്ച് ചെയ്യുന്ന സമയത്ത് എക്സും വൈയും എങ്ങനെ ഉണ്ടാവണം? എക്സും വൈയും എപ്പോഴും ഒരുമിച്ചുണ്ടാവണം. അവർ ഒട്ടിയിരിക്കണം, അവർ പിരിയാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയാമോ? എ ബി സി, അത് കഴിഞ്ഞ് ഇവനെ കെ, ഇതൊരു ഒരുമിച്ച് നിൽക്കേണ്ട ആൾക്കാരല്ലേ, അവരെ നിങ്ങൾ വേറൊരാളായിട്ട് അങ്ങ് വിചാരിക്കുക. അപ്പൊ എന്ത് വേണ്ട? നമുക്ക് 5 ലെറ്റേഴ്സ് ഉണ്ട് മനസ്സിലാക്കണ്ട, നമുക്ക് 4 എണ്ണേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ഇനി പറഞ്ഞോ, നമുക്ക് 4 എണ്ണയുള്ള 4 എണ്ണമേ ഉള്ളൂ. അപ്പൊ 1 2 3 4. ഇവിടെ നമുക്ക് 4 ഏതെങ്കിലും ഒരെണ്ണം ഫില്ല് ചെയ്യാം. ഇവിടെ നമുക്ക് ആ ഒരെണ്ണം കഴിഞ്ഞ് ബാക്കി 3 എണ്ണം ഫില്ല് ചെയ്യാം. ഇവിടെ 3 എണ്ണം കഴിഞ്ഞ് ബാക്കി 2 എണ്ണം ഫില്ല് ചെയ്യാം. ഇവിടെ ബാക്കി വരുന്ന ഒരെണ്ണം ഫില്ല് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, ഇതാണ് നമ്മൾ നോർമലി ചെയ്യുന്നത്. നമ്മൾ പക്ഷെ ഇപ്പൊ പറഞ്ഞ എന്താ? 4 ഡിജിറ്റ്സ് ഉണ്ട്, അല്ലെ 4 ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ 4 ഫാക്ടോറിയൽ വഴികളിൽ ഫില്ല് ചെയ്യാൻ കഴിയും. ഓക്കെ, ഉദാഹരണത്തിന് എ ബി സി പിന്നെ ആരാ? എക്സ് വൈ. ഇതൊരു അറേഞ്ച്മെന്റ് അല്ലേ? ഓക്കെ,
അപ്പൊ അങ്ങനത്തെ 4 ഫാക്ടോറിയൽ അറേഞ്ച്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ 24 അറേഞ്ച്മെന്റ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. എക്സും വൈ ഒരുമിച്ച് വരണം എന്നല്ലേ പറയുന്നുള്ളൂ. ആദ്യം എക്സ് വരണം പിന്നെ വൈ വരണം എന്ന് പറയുന്നുണ്ടോ? ഇല്ല. എനിക്ക് വേണമെങ്കിൽ അത് എന്താക്കാം, എക്സ് വൈ എന്നുള്ളത് മാറ്റിയിട്ട് വൈ എക്സ് എന്നാക്കിക്കൂടെടാ. ഇപ്പോഴും ആ കണ്ടീഷൻ ഓക്കെ അല്ലേ? അപ്പോ 4 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഒരു വഴിയിലേക്കുള്ളത് മാത്രമാണ്. ഇതിന്റെ അകത്തും നമുക്ക് എന്ത് ചെയ്യാം, അറേഞ്ച്മെന്റ് വരുത്താം. അപ്പൊ 4 ഫാക്ടോറിയൽ അല്ല ഉത്തരം വരിക. 4 ഫാക്ടോറിയൽ എന്ന് പറയാൻ കാരണം ഞാനിവിടെ 4 കോളമാണ് ഫില്ല് ചെയ്യുന്നത്. അകത്തൊരു കോളം വേറെ തന്നെ കിടക്കുന്നുണ്ട്. അത് എത്ര പേരുണ്ട്? 2 പേരുണ്ട്. അവരെയും നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പൊ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ആയിരിക്കും ഉത്തരം. ഈക്വൽ ടു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എത്രയാ? നമുക്ക് 48 കിട്ടും. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, ഇതിൽ നമുക്ക് 24 കിട്ടും. ഈ എക്സ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു 24 കൂടെ കിട്ടും. അപ്പോൾ രണ്ടെണ്ണം ഉണ്ടാവും, അല്ലെങ്കിൽ 24 + 24 48 ഉണ്ടാവും. നിങ്ങൾ ഇത്രയും മാത്രം ഓർത്താൽ മതി. ഇതാ ഇങ്ങനെ n ഡിജിറ്റ്സ് ഉണ്ട്, n ലെറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ n ബോക്സസ് ഉണ്ട്. n ബോക്സസ് ആണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. n ബോക്സസ് ഫില്ല് ചെയ്യണം. പക്ഷെ ഒരു ബോക്സിന്റെ അകത്ത് m ബോക്സസും കൂടെ ഉണ്ട്. ഇങ്ങനെ ഒരുമിച്ച് നിൽക്കാനുള്ള m ബോക്സസും കൂടെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് n ഫാക്ടോറിയൽ ഇൻറ്റു m ഫാക്ടോറിയൽ. ഇതായിരിക്കും അവിടുത്തെ ഉത്തരം. നോക്കിയേ, ഇവിടെ 4 ബോക്സ് ഉണ്ട്. ആ 4 ബോക്സിൽ അകത്ത് 2 ഉള്ള ഒരു ബോക്സും കൂടെ ഉണ്ട്. അപ്പൊ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ആണ് ഉത്തരം വരിക. ഞാൻ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇത് ക്ലിയർ ആയി വരും. ഓക്കെ, ഇത് നമുക്ക് എന്നിട്ട് ചെയ്യാം. ഞാൻ ആ എക്സാമ്പിൾ ഒന്ന് കാണിച്ചു തരാം. യെസ്, ഈ ഒരു ക്വസ്റ്റ്യൻ. How many 5-digit numbers can be made? How many 5-digit numbers can be made with digits 1, 3, 4, 5 and 6 such that 1 and 6 are always together? Okay, 5-digit numbers ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. 5-digit numbers 1, 2, 3, 4. ഓക്കെ, 1, 2, 3, 4, 5 5-digit numbers. പക്ഷെ അതിന്റെ പ്രശ്നം എന്താ? ഡിജിറ്റ്സ് ഏതൊക്കെയാ? 1, 3, 5 and 6 such that 1 and 6 are always together. എന്ന് പറഞ്ഞാൽ അവിടെ 1ഉം 6ഉം എപ്പോഴും ഒരുമിച്ചായിരിക്കണം. ഓക്കെ, 1ഉം 6ഉം എപ്പോഴും ഒരുമിച്ചായിരിക്കണം എന്നാ പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എത്ര ബോക്സസേ ഉള്ളൂ? 1, 2, 3, 4 ബോക്സസേ ഉള്ളൂ. അപ്പൊ 4 ഫാക്ടോറിയൽ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷേ അകത്ത് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യാലോ. 2 ആളുകൾ അറേഞ്ച് ചെയ്യണമെങ്കിൽ അത് എത്രയാ? 2 ഫാക്ടോറിയൽ ബേസ് ഉണ്ട്. അപ്പൊ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. നേരത്തെ അതേ ക്വസ്റ്റ്യൻ ആണ്, അതേ ഐഡിയ ആണ്. പക്ഷെ ലെറ്റർ മാറിയിട്ട് എന്തായിരുന്നേ ഉള്ളൂ? നമ്പർ ആയി എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അത് എത്ര കിട്ടും? അതും നമുക്ക് 48 എന്ന് കിട്ടും. എനിക്ക് തോന്നുന്നത് ഇനി ക്വസ്റ്റ്യൻ ഉണ്ടെന്നാണ്. നോക്കട്ടെ. യെസ്, ഇത്. ഫൈൻഡ് ദ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് ലെറ്റേഴ്സ് A, B, C, D, E, F, G എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട് അല്ലേ? 1, 2, 3, 4, 5, 6 7 ലെറ്റേഴ്സ് ഉണ്ട്. ക്യാൻ ബി അറേഞ്ച്ഡ് സച്ച് ദാറ്റ് A, B and C are always together. ഓക്കെ, 7 എണ്ണം ഉണ്ട്. പക്ഷെ അതിൽ 3 എണ്ണം എപ്പോഴും ഒരുമിച്ചായിരിക്കണം എന്നാ പറയുന്നത്. എടാ, 7 എണ്ണത്തിൽ 1, 2, 3, 4, 5, 6, 7 7 എണ്ണത്തിൽ 3 എണ്ണം ഒരുമിച്ചായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഇതേ ഈ കോളം നമ്മൾ മായ്ച്ചു കളയണം എന്നല്ലേ? അല്ലേ? എയും ബിയും സിയും എപ്പോഴും ഒരുമിച്ചായിരിക്കണം. അപ്പൊ അതിന്റെ അകത്ത് വേറൊരു ബോക്സ്. എയും ബിയും സിയും ഒരുമിച്ചായിരിക്കണം. നോക്കിയേ, എത്ര ഉണ്ട്? 1, 2, 3, 4, 5. പുറത്ത് നമ്മൾ 5 ബോക്സസ് ആണ് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പൊ 5 ഫാക്ടോറിയൽ ഇൻറ്റു അകത്ത് നമ്മൾ 3 ബോക്സസ് ആണ് ഫില്ല് ചെയ്യാനുള്ളത്. 3 ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 120 ആണ്. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 ആണ്. 120 × 6 എത്ര വരും? 720. അപ്പൊ 720 വേസിൽ ഇത് ഫില്ല് ചെയ്യാൻ പറ്റും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ ആരെങ്കിലും ഒരുമിച്ച് നിൽക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ ഒരുമിച്ചാക്കുക. എന്നിട്ട് അവരുടെ അകത്തുള്ള അറേഞ്ച്മെന്റും കൂടെ എണ്ണണം. ഓക്കെ, ഇവരെപ്പോഴും ഇവിടെ എയും ബിയും സി ആയിട്ട് നിൽക്കൂല. അവിടെ വേറെ അറേഞ്ച്മെന്റ് വരും. ബിയും എയും സിയും ആയിട്ട് നിന്നൂടെ? അങ്ങനെ അറേഞ്ച്മെന്റ് കൂടി വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതും കൂടെ എണ്ണി ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ പുറത്ത് എത്ര എണ്ണം ഉണ്ട് നോക്കുക, അത്രയും ഫാക്ടോറിയൽ ഇൻറ്റു അകത്ത് എത്ര എണ്ണം ഉണ്ട്, അത്രയും ഫാക്ടോറിയൽ. ഇതാണ് അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ട ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ മിസ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. യെസ്, വേറൊരു സാധനമാണ് റിപ്പീറ്റേഷൻ. അതായത് നമ്മൾ നേരത്തെ ക്യാറ്റ് പറഞ്ഞില്ലേ, ക്യാറ്റിനെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞില്ലേ? ക്യാറ്റ് എന്ന് പറയുന്ന വേർഡിനെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു.
1 2 3 ലെറ്റേഴ്സാണ് ഉള്ളത്. അപ്പൊ 3 ഫാക്ടോറിയൽ അറേഞ്ച്മെന്റ് ഉണ്ട് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇവിടെ 3 ഡിഫറെന്റ് ലെറ്റേഴ്സ് ആയിരുന്നില്ലേ, അല്ലേ? പകരം ഇപ്പോ ഒരു പേര് നിതിൻ എന്ന് പറഞ്ഞൊരു പേര്, നിതിൻ എന്ന് പറഞ്ഞൊരു പേര്, ഞാനതില് NNIITH ഇങ്ങനെ അറേഞ്ച്മെന്റ് നടത്തി. ഓക്കെ, ഞാൻ ഈ ഒന്നാമത്തെ എന്നിന് ഒരു മറുക് ഇട്ടിട്ടുണ്ട്. ആ ഒന്നാമത്തെ എന്നാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ശരി, രണ്ടാമത്തെ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് NNIITH. ഇത് വേറെ അറേഞ്ച്മെന്റ് അല്ലേ? കാരണം എന്താ, ഞാൻ മറുകുള്ള എണ്ണിനെ ഇവിടെയാണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, പക്ഷെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഞാൻ മറുകിട്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും വരെ തന്നെയാ, എന്ന് തന്നെയാണ്. ഇത് രണ്ടും എന്ത് തന്നെയാ, ഒരേ സാധനം തന്നെയാണ്, വ്യത്യാസം ഫീൽ ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ അവിടെ റിപ്പീറ്റേഷൻ വരുന്ന സമയത്ത് നമ്മൾ അറേഞ്ച്മെന്റ്സിന്റെ എണ്ണം കുറയും. ഞാനിത് രണ്ടും വേറെ വേറെ ആയിട്ടാണ് ഉദ്ദേശിച്ചത്. ഒന്ന് ഫസ്റ്റത്തെ എന്നും ഒന്ന് ലാസ്റ്റ്. ഇതാണ് ഫസ്റ്റ് എന്, ഇതാണ് ലാസ്റ്റ് എന്. ഞാൻ ആദ്യം ഫസ്റ്റ് എന് വെച്ചു, പിന്നെ ലാസ്റ്റ് എന് വെച്ചു. രണ്ടാമത്തേല് ലാസ്റ്റ് എൻ ആദ്യം വെച്ചു, പിന്നെ ഫസ്റ്റ് എന് വെച്ചു. കൺഫ്യൂഷൻ ആയില്ലേ? അപ്പൊ അവിടെ ഇത് രണ്ടും ഒരേ അറേഞ്ച്മെന്റ് ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റിന്റെ എണ്ണം എന്ത് ചെയ്യും, കുറയും. അപ്പൊ ഇത്തരം സ്ഥലങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ നിങ്ങൾക്ക് n വേർഡ്സ് ആണ് തരിക, അല്ലെ? അല്ലെങ്കിൽ n ഐറ്റംസ് ആണ് അറേഞ്ച് ചെയ്യാനുണ്ടാവുക. n വേർഡ്സ് അറേഞ്ച് ചെയ്യാനുണ്ടാവും. അതിൽ a വേർഡ്സ് റിപ്പീറ്റ് ചെയ്യും, അല്ലെങ്കിൽ a ലെറ്റേഴ്സ്, a വേർഡ്സ് അല്ലടാ, ലെറ്റേഴ്സ് കേട്ടോ, n ലെറ്റേഴ്സ്, n ലെറ്റേഴ്സ്. അതിൽ a ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യും, a ലെറ്റേഴ്സ്. അതുപോലെ തന്നെ b ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യും. അതുപോലെ തന്നെ c ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യും. ശ്രദ്ധിച്ചാൽ മതിയെ, സിമ്പിൾ ആണ്, നോക്കിയോ. അതായത് n ലെറ്റേഴ്സ് തന്നു, ഇവിടെ ഇപ്പൊ എത്ര ലെറ്റേഴ്സ് തന്നു, 1 2 3 4 5 6 ലെറ്റേഴ്സ് തന്നു. n ലെറ്റേഴ്സ് അല്ലെങ്കിൽ 6 ലെറ്റേഴ്സ് തന്നു. അതിൽ ആരൊക്കെ റിപ്പീറ്റ് ചെയ്തു, n റിപ്പീറ്റ് ചെയ്തു, അല്ലെ? n റിപ്പീറ്റ് ചെയ്തു. അതായത് 2 ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 2 ലെറ്റേഴ്സ് അല്ല, n എന്ന് പറയുന്ന ലെറ്റർ 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. I എന്ന് പറയുന്ന ലെറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്പർ ഓഫ് വേസ് ഓഫ് അറേഞ്ച്മെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ a ഫാക്ടോറിയൽ ഇൻറ്റു b ഫാക്ടോറിയൽ ഇൻറ്റു c ഫാക്ടോറിയൽ. നിങ്ങൾ പാനിക് ആവരുത്, വളരെ സിമ്പിളായി മനസ്സിലാക്കണം. അതായത് 6 ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ എന്താ സംഭവിക്കുന്നത്, അതിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 2 എണ്ണം വേറെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 2 n ഉണ്ട്, 2 I ഉണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര വരിക, 720/4 എന്ന് വരും. 720/4 അല്ലെങ്കിൽ നമുക്ക് 180 എന്ന് കിട്ടും. ഇപ്പൊ 180 ബേസിലാണ് നിതിൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഫില്ല് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ അല്ലേ ടൈറ്റാനിക്, നോക്കിയേ, ടി എത്ര തവണ ഉണ്ട്, ടി 2 തവണയുണ്ട്. I എത്ര തവണയുണ്ട്, ഐയും 2 തവണയുണ്ട്. അപ്പോ 2 ആൾക്കാർ 2 തവണ വരുന്നുണ്ട്. ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്, 1 2 3 4 5 6 7. അപ്പൊ 7 ലെറ്റേഴ്സ് ഉണ്ട്. 7 ഫാക്ടോറിയൽ ആണ് അറേഞ്ച്മെന്റ് വരേണ്ടത്. പക്ഷെ അവിടെ 2 പേര് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇങ്ങനെയാണ് അത് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെച്ചോളൂ. ശരി, അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾ ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. കൊമേഴ്സിന്റെ സ്പെല്ലിംഗിൽ സി അല്ലേ, ആണോ? ഓക്കെ, ഇത് ഒന്ന് നിങ്ങൾ അറേഞ്ച് ചെയ്യണമെങ്കിൽ എത്ര വഴികളിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്ന് കമന്റ് ആയിട്ട് പറഞ്ഞു തന്നാൽ മതി. കൊമേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു വാക്ക്, ഈ സ്പെല്ലിംഗ് തെറ്റാണോ, സി തെറ്റാണോ ഡൗട്ട് ഉണ്ട്. ആണെങ്കിൽ കുഴപ്പമില്ല, ഈ വേർഡ് നിങ്ങൾ അർത്ഥം നോക്കണ്ട, ഈ വേർഡ് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് നോക്കുക. എത്ര തവണ എത്ര രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും നോക്കുക. അവിടെ കുറെ ആൾക്കാർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും, എം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, സി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ, വേറെ അറിയില്ല, വേറെ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ നോക്കുക. റിപ്പീറ്റേഷൻ വെച്ചിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഓക്കെ, അതാണ് റിപ്പീറ്റേഷൻ ബേസ് ചെയ്തിട്ടുള്ള അറേഞ്ച്മെന്റ്. ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ് എന്നാക്കാം, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത അടുത്തൊരു സാധനമുണ്ട്. അതാണ് റിപ്പീറ്റേഷൻ ഉള്ള അറേഞ്ച്മെന്റ്, അല്ലെ? നമ്മൾ NPR പറഞ്ഞു വന്നു, പക്ഷെ നമ്മൾ റിപ്പീറ്റേഷൻ ഉള്ള ഒരു അറേഞ്ച്മെന്റ് പറഞ്ഞിരുന്നില്ല. ഏതാ? യെസ്, റിപ്പീറ്റേഷൻ അലൗഡ് ആയിട്ടുള്ള കേസിൽ n⁻r എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അതും കൂടെ ഒന്ന് പറയാനുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതും സിമ്പിൾ ആണ് കേട്ടോ, വലിയ ബുദ്ധിമുട്ടുള്ള സാധനമൊന്നുമല്ല.
അതും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. നോക്കിയോ, അതായത് ഓക്കെ, എടാ നിങ്ങൾക്ക് ഞാൻ 9 ഡിജിറ്റ്സ് തരാണ്, 9 ഡിജിറ്റ്സ്, 1 മുതൽ 9 വരെയുള്ള എല്ലാ ഡിജിറ്റും തന്നു. എന്നിട്ട് നിങ്ങൾ 3 സംഖ്യ ഉണ്ടാക്കാൻ പറഞ്ഞു. റിപ്പീറ്റേഷൻ വന്നാൽ കുഴപ്പമില്ല. അതായത് ഇവിടെ നിങ്ങൾ 1 എഴുതിയാൽ ഇവിടെ നിങ്ങൾക്ക് 1 എഴുതാം, ഇവിടെ നിങ്ങൾക്ക് 1 എഴുതാം. റിപ്പീറ്റ് ചെയ്താൽ പ്രശ്നമില്ല. ഓക്കെ, അങ്ങനെ വരികയാണെങ്കിൽ ആദ്യത്തെ ബോക്സിൽ നമുക്ക് എത്ര ഡിജിറ്റ് എഴുതാം? 9 ഡിജിറ്റ് എഴുതാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ എത്ര എഴുതാൻ പറ്റും? 9 എഴുതാം. കാരണം ഇവിടെ എഴുതി തന്നെ ഇവിടെ എഴുതാം, പ്രശ്നമില്ല. 9 ഏത് ഇവിടെ എഴുതാം. അടുത്തതോ ഇവിടെ 9 ഏത് വേണമെങ്കിലും എഴുതാൻ വേണ്ടി കഴിയും. അപ്പൊ ഇത് 3 കൂടെ ഒരുമിച്ച് നടക്കണമെങ്കിൽ 9 × 9 × 9 ഇതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ n എത്രയാ? എത്ര ഐറ്റംസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്? 9 ഐറ്റംസ് തന്നിട്ടുണ്ട് അല്ലെ? അവിടെ R എത്രയാ? എത്ര തവണ എഴുതാൻ പറ്റും? 3 സ്ഥാനമല്ലേ ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ R എന്ന് പറഞ്ഞാൽ 3 at a time എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ റിപ്പീറ്റേഷൻ അലൗഡ് ആയതുകൊണ്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് അതേ ഇവിടെ എഴുതിയ നമ്പർ ഇവിടെ എഴുതാം, അത് തന്നെ ഇവിടെ എഴുതാം എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ 9 ക്യൂബ് n⁻r അല്ലെങ്കിൽ 9 ക്യൂബ് ആണ് വേണ്ടത്. ആ 9 ക്യൂബ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ ലോജിക്കലി കൺഫ്യൂഷൻ ഉണ്ടാവരുത്. 9 ക്യൂബ് വേണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പൊ അത് പ്രോപ്പറായി ഓർത്ത് വെച്ചോളൂ. അതായത് നിങ്ങൾക്ക് 729 വേസിലാണ് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി കഴിയുക. 729 വേസ് ആണ് നിങ്ങളെ മുന്നിൽ ഉണ്ടാവുക എന്നാണ് അർത്ഥം. ഓക്കെ, മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ഐഡിയ വെച്ചിട്ട് ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഉദാഹരണത്തിന് 1 3 5 6 9 എത്രയുണ്ട്? 1 2 3 4 5 5 ഡിജിറ്റ്സ് ഉണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങൾ ഒരു 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കും. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ആ നമ്പർ എന്തായിരിക്കണം? റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, ഒരു ഡിജിറ്റ് പോലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. പ്ലസ് അതൊരു ഈവൻ നമ്പർ ആയിരിക്കണം. ഒരു ഈവൻ നമ്പർ ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ ഇതിൽ നോക്കിയേ, 1 3 5 6 9 ഈവൻ നമ്പർ ആണെങ്കിൽ അവസാനിക്കുന്ന ഡിജിറ്റ് എന്തായിരിക്കണം? ഇവൻ ആരായിരിക്കണം? ഒരു ഈവൻ നമ്പർ ആയിരിക്കണം. അങ്ങനെ ഈവൻ നമ്പർ ആയിട്ട് ആര് മാത്രമേ ഉള്ളൂ? 6 മാത്രമേ ഉള്ളൂ. അപ്പൊ 6ന് ഇവിടെ എഴുതണം. ആ 6 ഒരെണ്ണമായിട്ട് ഇവിടെ കിടക്കും. ബാക്കി എത്ര ആൾക്കാരുണ്ട്? 1 2 3 4 ആൾക്കാർ. ആ 4ൽ ആരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ബാക്കിയുള്ള 3 ആൾക്കാരെ ഇവിടെ എഴുതാം. അപ്പൊ ഇവിടുത്തെ ഉത്തരം എത്ര വരിക? 3 × 4 × 1. അപ്പൊ നമുക്ക് 12 എന്ന് കിട്ടും. 12 ഈവൻ നമ്പേഴ്സ് ആണ് ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. അപ്പൊ നിങ്ങൾ തന്നെ ഫ്ലെക്സിബിൾ ആവണം. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഈവൻ നമ്പർ ആണ് വേണ്ടത്. അപ്പൊ 6 ഇവിടെ തന്നെ എഴുതിയിരിക്കണം. ഈ രീതിയിലേക്കുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് പെർമ്യൂട്ടേഷനിൽ വരണം. അപ്പോൾ അതിന് വേണ്ട രീതിയിൽ തന്നെയാണ് ക്ലാസ് പോയിട്ടുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ എന്തെങ്കിലും പെർമ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിലോ കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ കമന്റ് ബോക്സ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, അതിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. ഇത്രയാണ് എനിക്ക് പെർമ്യൂട്ടേഷനിൽ പറയാനുള്ളത്. ഇനി ഞാൻ കോമ്പിനേഷനിലേക്ക് വരികയാണെങ്കിൽ യെസ്, ഞാൻ നേരത്തെ പൂക്കളം ഇടുന്ന കാര്യം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? അതായത് നമ്മളെ റെഡ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് യെസ് പൂക്കളം ഇടണം. ഇവിടെ ഒരു കളർ വേണം, ഇവിടെ ഒരു കളർ വേണം. നമ്മളെടുത്തുള്ള കളർ ഗ്രീൻ റെഡ് ബ്ലൂ. യെസ്, ഇത് ഇവിടെ അറേഞ്ച് ചെയ്യുന്നതാണ് നമ്മളെ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് കടയിൽ പോയി ഞാൻ വാങ്ങണം. അത് വാങ്ങുന്നതിനെയാണ് ഞാൻ കോമ്പിനേഷൻ എന്ന് പറയുക. അതായത് ഞാൻ ആദ്യം ഗ്രീൻ വാങ്ങി പിന്നെ റെഡ് വാങ്ങി, ഞാൻ ആദ്യം റെഡ് വാങ്ങി പിന്നെ ഗ്രീൻ വാങ്ങി. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല. ഫൈനലി ഞാൻ കയ്യിൽ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട്. സോ അവിടെ വ്യത്യാസം ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പൊ സെലക്ഷൻ അല്ലെങ്കിൽ നമ്മളെ ഈ അറേഞ്ച്മെന്റിൽ നിന്നും കുറവായിരിക്കും സെലക്ഷന്റെ എണ്ണം എന്നുള്ളതും നമ്മൾ ഓർത്ത് വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, അതായത് റെഡും ഗ്രീനും കയ്യിലുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഗ്രീനും റെഡും കയ്യിലുണ്ട് എന്ന് പറയുന്നത്. ഇവിടെ അറേഞ്ച് ചെയ്തെന്ന് പറയുന്നത് അതുപോലെയല്ല. അകത്ത് റെഡ് പുറത്ത് ബ്ലൂ എന്ന് പറയുമ്പോൾ അത് ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ അവിടെ ഓർക്കേണ്ടത് ഇത് പൂ വാങ്ങുന്നത് പോലെയാണ്. നിങ്ങൾക്ക് ആദ്യം ഗ്രീൻ വാങ്ങിയിട്ട് പിന്നെ റെഡ് വാങ്ങാം, പിന്നെ ആദ്യം റെഡ് വാങ്ങിയിട്ട് പിന്നെ ഗ്രീൻ വാങ്ങാം. രണ്ടും സെയിം ആണ് എന്നുള്ളത് ഓർക്കണം. അപ്പൊ ഇവിടെ കോമ്പിനേഷൻസ് എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടതെന്നും കൂടെ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഇവിടെ നിങ്ങൾ n ഐറ്റംസ് ആർ അറ്റ് എ ടൈം ഇങ്ങനെ നിങ്ങളോട് ചൂസ് ചെയ്യാൻ പറഞ്ഞു, സെലക്ട് ചെയ്യാൻ പറഞ്ഞു, കോമ്പിനേഷൻസ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഉദാഹരണം ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഇവിടെ ഇപ്പൊ പറയുകയാണെങ്കിൽ ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് 2 കളേഴ്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. 2 കളേഴ്സ് സെലക്ട് ചെയ്യണം. എങ്ങനെ നിങ്ങൾ 2 കളേഴ്സ് സെലക്ട് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും? അറേഞ്ച് ചെയ്യാനല്ല, പൂക്കളം ഇടാനല്ല,
എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു. അപ്പോ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ നോക്കി, അവിടെ 3 എണ്ണമാണ് തന്നിട്ടുള്ളത്. 3 കളേഴ്സ് ആണ് നമ്മളെ മുന്നിൽ തന്നിട്ടുള്ളത്. അതിൽ എത്ര എണ്ണം എടുക്കേണ്ടത്? 2 എണ്ണമാണ് എടുക്കേണ്ടത്. എനിക്ക് ഒന്നെങ്കിൽ ഗ്രീനും റെഡും എടുക്കാം, അല്ലെങ്കിൽ എനിക്ക് ഗ്രീനും ബ്ലൂ എടുക്കാം, അല്ലെങ്കിൽ എനിക്ക് റെഡും ബ്ലൂ എടുക്കാം. ഇതല്ലാതെ വേറെ എന്തെങ്കിലും പറ്റുമോ? പറ്റൂല. ബ്ലൂവും റെഡും എടുക്കാന്ന് പറയുന്നു, റെഡും ബ്ലൂ എടുക്കാന്ന് പറയുന്നു, സെയിം ആണ്. അപ്പൊ അവിടെ കോമ്പിനേഷൻസ് എത്രയേ ഉള്ളൂ? 3 കോമ്പിനേഷൻസേ ഉള്ളൂ. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷനും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. NCR ആണ് കേട്ടോ, NCR കോമ്പിനേഷൻ ആണ്. N ഐറ്റംസ് കോമ്പിനേഷൻ R at a time. NCR equal to N factorial divided by R factorial into N minus R factorial. എന്ന് പറഞ്ഞാൽ പെർമ്യൂട്ടേഷനേക്കാളും കുറവാണ് കോമ്പിനേഷൻ, സെലക്ഷൻസിന്റെ എണ്ണം കുറവാണ് അല്ലെ, ഇവിടെ എണ്ണം കുറവല്ലേ കിട്ടിയത്. അപ്പൊ അവിടെ ഡിനോമിനേറ്ററിൽ നമുക്ക് ഒരാളും കൂടെ വരും, ഒരു R ഫാക്ടോറിയലും കൂടെ വരും എന്നുള്ളത് ഓർക്കാം. അപ്പൊ ഇവിടെ R ഫാക്ടോറിയൽ ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിക്കാലോ. എങ്ങനെ കണ്ടുപിടിക്കുക? 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 മൈനസ് 2 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ആണ്, ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ആണ്, 3 മൈനസ് 1 2 ഫാക്ടോറിയൽ 1 ഫാക്ടോറിയൽ ആണ്. 2ഉം കട്ടായി കഴിഞ്ഞാൽ ആൻസർ എന്ത് വരും? 3 എന്ന് വരും. കണ്ടോ? അപ്പൊ അവിടെ ഓർത്ത് വെക്കുക, ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് എന്നുള്ളത്. ഇനി അവിടെ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, NCR എന്ന് പറയുന്നത് N മൈനസ് ആറിന് ഈക്വൽ ആണ്. ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓക്കെ 10C7 ഇത് കണ്ടുപിടിക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? 10C3 കണ്ടുപിടിച്ചാൽ മതി. അവിടെ നോക്കിയേ, ഇവിടെ 6 ഇതും കൂട്ടിക്കഴിഞ്ഞാൽ, ഇവിടെയുള്ള 2 ആൾക്കാരെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം? N കിട്ടണം. നോക്കിയേ, 7ഉം 3ഉം കൂട്ടിയപ്പോൾ 10 കിട്ടിയില്ലേ? അപ്പോ 10C3 എന്ന് പറയുന്നത് 10C7 ആണെന്ന് മനസ്സിലാക്കണം. എങ്ങനെ ഇത് വന്നതെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതാരാ? 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 7 ഫാക്ടോറിയൽ ഇൻറ്റു 10 മൈനസ് 7 ഫാക്ടോറിയൽ. അല്ലെങ്കിൽ ഇതാരാ? 10 മൈനസ് 7 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ആരാ? 3 ഫാക്ടോറിയൽ ആണ്. ഇതോ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 10 മൈനസ് 3 ഫാക്ടോറിയൽ. ആരാ 10 മൈനസ് 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 7 ഫാക്ടോറിയൽ ആണ്. അടുത്ത് രണ്ടും ഒരേ സാധനം അല്ലേ? അപ്പൊ ഇത് ഞാൻ പറയാൻ കാരണം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ മനസ്സിലാക്കി വെക്കുക, 10C7 എന്ന് പറയുന്ന ആർക്ക് ഈക്വലാ? 10C3 ഈക്വൽ ആയിരിക്കും. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ കാണിച്ചു തന്നു. ഇത് ഒന്നും കൂടെ ഒന്ന് ഉറപ്പിക്കാം. എങ്ങനെയാ? 98C97 ഇത് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 98C1 എന്ന് എഴുതാം. കണ്ടോ? 97ഉം 1ഉം കൂട്ടിയ 98 ആണ്. അപ്പോ ഓർക്കുക, ഇവിടെ N എത്രയാണോ ഇതും കൂട്ടിയാൽ നിങ്ങൾക്ക് അതേ വാല്യൂ കിട്ടണം. ഇനി ഇത് നമ്മൾ ജനറലി എഴുതുകയാണെങ്കിൽ അവിടെ ഈ രീതിയിൽ വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. ഓക്കെ, നിങ്ങൾ ആദ്യമായി കാണുന്നവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും, എനിക്കറിയാം. പക്ഷെ അത് എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ ക്ലിയർ ആയി വരും കേട്ടോ. ശരി, നോക്കിയോ, നിങ്ങളോട് പറയാണ് NCA ഈക്വൽ ടു NCB. 2 പെർമ്യൂട്ടേഷൻ 2 കോമ്പിനേഷൻസ് ഈക്വൽ ആണെന്ന് പറയാ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഒന്നെങ്കിൽ A ഈക്വൽ ടു B ആയിരിക്കണം. ഇവിടെ 5C3 ഈക്വൽ ടു 5C3, എയും ബി ഈക്വൽ ആണെങ്കിൽ ഇങ്ങനെ പറയാം. ഓർ A പ്ലസ് ബി ആരായിരിക്കണം? N ആയിരിക്കണം. എയും ബിയും കൂട്ടുമ്പോൾ N കിട്ടുന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആണെന്നാണ് അർത്ഥം. ഓക്കെ, എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരിക, 11CX ഇസ് ഈക്വൽ ടു 11CX മൈനസ് 2. 11CX ഈക്വൽ ടു 11CX മൈനസ് 2. ഓക്കെ, X മൈനസ് 3. അങ്ങനെയാണെങ്കിൽ X ആരാന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് ഈക്വൽ ആന്ന് പറയാൻ പറ്റുമോ? X മൈനസ് 3 ഈക്വൽ ആന്ന് പറയാൻ പറ്റൂല അല്ലെ? A ഈക്വൽ ടു B പറയാൻ പറ്റൂല. പകരം എന്ത് പറയാം? X പ്ലസ് X മൈനസ് 3 ഈക്വൽ ടു 11 എന്ന് പറയാം, അല്ലെങ്കിൽ 2X ഈക്വൽ ടു 14 എന്ന് പറയാം, അല്ലെങ്കിൽ X ഈക്വൽ ടു 7 എന്ന് പറയാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനും അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ എനിക്ക് ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞു തരണം. 21CR ഈക്വൽ ടു 21CR പ്ലസ് 3. അങ്ങനെയാണെങ്കിൽ R എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ
ഒന്ന് കമന്റിൽ പറയാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എങ്ങനെയാണ് കോമ്പിനേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് ഇങ്ങനെ പറയുക, ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിൽ ഇങ്ങനെ കുറച്ച് മാർക്കിങ്സ് ഉണ്ട്, അല്ലെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. സപ്പോസ് ഒരു 21 പോയിന്റ്സ് ഉണ്ട്, 21 പോയിന്റ്സ്. ഈ 21 പോയിന്റ്സിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ റെക്ടാങ്കിൾ ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനത്തെ എത്ര റെക്ടാങ്കിൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ചോദ്യം. അപ്പൊ റെക്ടാങ്കിൾ ഉണ്ടാക്കണമെങ്കിൽ എത്ര പോയിന്റ് വേണം? 4 പോയിന്റ്സ് വേണം, അല്ലേ? അപ്പൊ 21 പോയിന്റ്സ് വന്നിട്ടുണ്ട്, അതിൽ 4 എണ്ണം അറ്റ് എ ടൈം നമ്മൾ സെലക്ട് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ ഇക്വേഷൻ എന്തായിരിക്കും? 21 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 21 മൈനസ് 4 അല്ലെങ്കിൽ 17. 21 മൈനസ് 4 അല്ലെങ്കിൽ 17 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ അത്ര വലുതൊന്നും നിങ്ങൾ, കാരണം 21 ഫാക്ടോറിയൽ ഒക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ചെറിയ നമ്പേഴ്സ് വരും, ഇല്ലെങ്കിൽ ഓപ്ഷൻ ഇങ്ങനെ തന്നെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ രീതിയിലാണ് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്കത് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. നിങ്ങൾക്കൊരു 8 പോയിന്റ്സ് ഉണ്ട്, 8 പോയിന്റ്സ് ഓൺ എ സർക്കിൾ. ഒരു സർക്കിളിൽ 8 പോയിന്റ്സ് തന്നിട്ടുണ്ട്. 1 2 3 4 5 6 7 8. ഒരു സർക്കിളിൽ 8 പോയിന്റ്സ് തന്നിട്ടുണ്ട്. നിങ്ങളോട് ക്വസ്റ്റ്യനിൽ പറയുകയാണ് ഈ 8 പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രയാങ്കിൾസ് ഉണ്ടാക്കണം. എത്ര ട്രയാങ്കിൾസ് പറ്റും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അവിടെ നിങ്ങൾ അറേഞ്ച് ചെയ്യാണോ വേണ്ടത്? അല്ല, അവിടെ സെലക്ട് ചെയ്തേ പറ്റുള്ളൂ, നല്ല ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഞാൻ സെലക്ട് ചെയ്യാൻ പോവുകയാണ് 8C3. 8C3 എന്ന് പറഞ്ഞാൽ 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ. അവിടെ ഓർക്കേണ്ടത് ഈ 8 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു. 8 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ആരാ? 1 മുതൽ 8 വരെ ഗുണിക്കുക. 5 ഫാക്ടോറിയൽ ആരാ? 1 മുതൽ 5 വരെ ഗുണിക്കുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ 8 ഫാക്ടോറിയലിന്റെ അകത്ത് ആരുണ്ട്? 5 ഫാക്ടോറിയൽ ഉണ്ട്. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 വരെ ഗുണിക്കാന്നാണ്. ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 8, ഇതാണ് 8 ഫാക്ടോറിയൽ. അപ്പോൾ 5 ഫാക്ടോറിയലും 8 ഫാക്ടോറിയലും കട്ട് ചെയ്താൽ അവിടെ ആരാ ബാക്കി ഉണ്ടാവുക? 6 ഇൻറ്റു 7 ഇൻറ്റു 8 ബാക്കി ഉണ്ടാവും. ഈ 3 ഫാക്ടോറിയൽ ആരാ? 2 ഇൻറ്റു 3 ആണ്, അല്ലെ? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ആണ് 3 ഫാക്ടോറിയൽ വരിക. ഓക്കെ, അപ്പോൾ 3ഉം 2ഉം പോയി, 6ഉം പോയി. അപ്പൊ 7 ഇൻറ്റു 8 എത്ര വരും? 56 എന്ന് വരും. നിങ്ങൾക്ക് 56 ട്രയാങ്കിൾസ് ആണ് ഈ ഒരു ഫിഗറിനകത്തു നിന്നും ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയുക. ഓക്കെ, അപ്പൊ അത്രയാണ് എനിക്ക് കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് പ്രോപ്പറായി മനസ്സിലാക്കാൻ കഴിയണം. ഇത് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ ഉണ്ടല്ലോ, ഇപ്പൊ വരാൻ പോകുന്ന സെലക്ഷൻ പോസ്റ്റ് ഉണ്ട്, ആൻസർ കീ വരാൻ പോകുന്ന സെലക്ഷൻ പോസ്റ്റ് ഉണ്ട്, അതുപോലെ നടക്കാനിരിക്കുന്ന പരീക്ഷകൾ ഓരോന്നുണ്ട്. എല്ലാത്തിന്റെയും പേപ്പേഴ്സ് എടുത്ത് നോക്കിയിട്ട് അതിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ വരുന്നുണ്ട് നോക്കുക. അതിനെ ബേസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും അനാവശ്യമായ ഒരുപാട് സമയം ഒരു പുതിയ ടോപ്പിക്കിൽ കളയാണ്ടിരിക്കുക. പഴയ ടോപ്പിക്സ് കുറച്ചും കൂടെ സ്ട്രോങ് ആയി കൊണ്ടുവരിക. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയാവുന്നതാണ്. വേറെ നിങ്ങൾ സജഷൻസ് ഉണ്ടെങ്കിലോ വേറെ ഏതെങ്കിലും ടോപ്പിക്കുകൾ എടുക്കണമെന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാം. അത് പുതിയ ടോപ്പിക് തന്നെ ആവണമെന്നില്ല, പഴയ ടോപ്പിക്സ് ആണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നന്നായി CGL പഠിക്കുക. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടോടും കൂടി ഇനിയും ക്ലാസ്സുകൾ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും കമന്റിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഓൾ ആൻഡ് ഹാവ് എ നൈസ് ഡേ. ഹാപ്പി ലിവിംഗ്.